മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ പ്രവാചകനെ സഹാബത്തിനോട് ചോദിക്കുകയാണ്, ആരാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറുള്ളത്, എന്നിട്ടത് അമൽ ചെയ്യാനും അമൽ ചെയ്യുന്ന ഒരു സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാനും ആരാണ് തയ്യാറുള്ളതെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ഉമർ തങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റുകൊണ്ട് ബലാ ബലാ അനയാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുന്നിലോട്ട് കടന്നു വന്നപ്പോ റസൂൽ അബൂ ഹുറൈറയുടെ കരങ്ങളിലോട്ട് കടന്നു പിടിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറയുടെ കയ്യിലേക്ക് കടന്നു പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, 5 കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങൾ ജീവിതത്തിന്റെ പ്രമാണങ്ങളാണ്, ജീവിതത്തിന്റെ പ്രമാണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, 5 കാര്യങ്ങൾ റസൂലുള്ളാഹി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത്, അബൂ ഹുറൈറ, നിനക്ക് ഏറ്റവും വലിയ ആബിദാകണോ, ഏറ്റവും വലിയ ആബിദാകണോ, ഏറ്റവും നല്ല ആബിദാകണോ, എന്നാലും നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിലെ ഈ കൊടിഞ്ഞിയോട് ചേർന്ന് കിടക്കുന്ന ചെറുമുക്കെന്ന് പറയുന്ന പ്രദേശത്തിന്റെ ശബ്ദം ശ്രവിക്കുവാൻ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ആബിദാകാനുള്ള വഴിയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ ആബിദാകാനുള്ള എളുപ്പ വഴിയാണ് ഉമ്മ. അത് പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ആബിദാകാ കഴിയുന്നതാണ്. സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിൽ നമ്മുടെ ചാരട്ടന്ത്യ വിശ്രമം കൊള്ളുമ്പോ മഹാരഥന്മാരായ മമ്പുറം തങ്ങളെ പോലെ, വെളിയങ്കോട് ഉമർ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുനമ്പത്തു ബീവി റളിയല്ലാഹു അൻഹയെ പോലെ എത്രയോ എത്രയോ മഹാന്മാര് മഹതിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മലബാറിന്റെ മണ്ണിൽ ഞാൻ ശബ്ദം ശ്രവിക്കാൻ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഏറ്റവും നല്ല ആബിദാകാനുള്ള വഴിയേതെന്നറിയുമോ? ഇന്നവരെ ഞാനും നിങ്ങളും ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായ ധാരണയാണ്. ഏറ്റവും വലിയ ആബിദാകാനുള്ള വഴി എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറയുടെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്തഖിൽ മഹാരിമാ തകുന അഅബദന്നാസ്. നിനക്ക് ഏറ്റവും നല്ല ആബിദാകണമോ? നീ നമസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, നോമ്പ് പിടിക്കണമെന്നല്ല പറഞ്ഞത്, സകാത്ത് കൊടുക്കണമെന്നല്ല പറഞ്ഞത്, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണമെന്നല്ല പറഞ്ഞത്, തഹജ്ജുദ് നമസ്കരിക്കണം, ളുഹാ നമസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, സ്വലാത്ത് ചൊല്ലണം, ദിക്ർ ചൊല്ലണം എന്നല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ആബിദാകുന്നതിനുള്ള മാനദണ്ഡം ഞാനും നിങ്ങളും കരുതിയിരിക്കുകയാണല്ലോ. നിസ്കാരമുള്ളവനെ സംബന്ധിച്ച് നമ്മൾ പറയും അവൻ വലിയ ആബിദാണ് എന്ന്. നോമ്പ് പിടിക്കുന്നവനെ പറ്റി ഞാനും നിങ്ങളും പറയും അവൻ വലിയ ആബിദാണ്. എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യുന്ന ഉംറയ്ക്ക് പോകുന്നവനെ പറ്റി നമ്മൾ പറയും, അല്ലാഹുവേ, അവനെ പോലത്തെ ആബിദ ഈ കൊടിഞ്ഞിയിലില്ല, ചെറുമുക്കിലില്ല. എന്നാ നിങ്ങൾക്കറിയണോ, ആബിദാകാനുള്ള ആദ്യത്തെ ക്വാളിഫിക്കേഷൻ റസൂലുള്ളാഹി പറയുകയാണ്. ഒന്നാമത് വേണ്ട ഡിമാൻഡ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. നിസ്കാരമല്ല, നോമ്പല്ല, സകാത്തല്ല, ഹജ്ജല്ല, ഉംറയല്ല. ആബിദാകാനുള്ള വഴി ഏതെന്നറിയോ? നബി തങ്ങൾ പറയുന്നു, യുത്തഖിൽ മഹാരിമാ, ഹറാമുകളിൽ നിന്ന് നിനക്ക് മാറിനിൽക്കാൻ കഴിയോ? കള്ളു കുടിക്കാതിരിക്കാൻ കഴിയോ? പെണ്ണു പിടിക്കാതിരിക്കാൻ കഴിയോ? പലിശ വാങ്ങാതിരിക്കാൻ കഴിയോ? ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരനോട് പറയുന്ന പൊന്നുമോനെ, കള്ളുകുടിക്കല്ലേ, കള്ളുകുടിക്കല്ലേ, കള്ളുകുടിക്കല്ലേ. നിനക്ക് ഏറ്റവും നല്ല ആബിദാകാനുള്ള വഴി എന്ന് പറയുന്നത് അല്ലാഹു നിഷിദ്ധമാക്കിയ ആദരവായ പ്രവാചകനെ ഹറാമാക്കിയ പാടില്ല 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 എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുഴുവൻ നിഷിദ്ധമായ കാര്യങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ നിനക്ക് കഴിയോ? എന്നാൽ ഏറ്റവും വലിയ ആബിദാണ് എന്ന് ലോകത്തിന്റെ നായക, മദീനയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ ആബിദാകാനുള്ള വഴി നിസ്കരിക്കലല്ല. ഇപ്പൊ നിസ്കാര തഴമ്പ് മാറിയിട്ട് എല്ലാവർക്കും മുഴയാണ്, നെറ്റിയില് നിസ്കാരത്തിന്റെ മുഴകളാണ്. നിസ്കാരത്തിന് വല്ല കുറവുണ്ടോ? പള്ളികൾക്ക് വല്ല കുറവുണ്ടോ? നോമ്പിന് വല്ല കുറവുണ്ടോ? ഹജ്ജിന് പോകുന്നതിന് കുറവുണ്ടോ? ഗവൺമെന്റ് കോട്ട വെട്ടി കുറക്കാണ്.
കാരണം അങ്ങോട്ട് പോവല്ലേ ഉംറയ്ക്കും ഹജ്ജിനുമായിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജമാഅത്തിൽ 300 കുടുംബം ഉണ്ടെങ്കിൽ 450 ഹജ്ജ് ഗ്രൂപ്പ് ഉണ്ടാവും. ഞാൻ ആക്ഷേപിക്കുന്നൊന്നുമല്ല, ഞാൻ വിമർശിക്കുന്നതൊന്നുമല്ല, അങ്ങനെ ആരും കരുതുകയും വേണ്ട. പക്ഷെ ഞാൻ പറയുന്നത്, ഹജ്ജിന് കുറവില്ല, ഉംറയ്ക്ക് കുറവില്ല, നിസ്കാരത്തിന് കുറവില്ല, നോമ്പിന് കുറവില്ല, ദാനധർമ്മങ്ങൾക്ക് കുറവില്ല, മജ്‌ലിസുന്നൂറിന് കുറവില്ല, സ്വലാത്ത് മജ്‌ലിസിനും ദിക്ർ ഹൽഖ വാർഷികത്തിനും കുറവില്ല, മതപ്രഭാഷണങ്ങൾക്ക് കുറവില്ല. പിന്നെ എന്തിനാണ് കുറവ്? നമ്മുടെ നാട്ടിൽ ആബിദീങ്ങളില്ല. നമ്മുടെ നാട്ടില് ആബിദീങ്ങളില്ല. എന്തേ ആബിദീങ്ങളില്ലാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആബിദാകാനുള്ള എളുപ്പ വഴി, ഒന്നാമത്തെ ആ ആബിദാകാനുള്ള വഴി, അത് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കലാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്ന ഒരാള് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവൻ ലോട്ടറി ടിക്കറ്റ് എടുത്തു, അവൻ ആബിദെന്ന് പറയാൻ പറ്റുമോ? 5 നേരോ ഇമാമിന്റെ തൊട്ട് പുറകിൽ ഉണ്ടാവും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് എല്ലാവരും നിരന്നിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയ്യുന്നാസി അഫ്ളലു, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരെന്നറിയുമോ? ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ പടച്ചതമ്പുരാന്റെ അടുക്കൽ വലിയ സ്വീകാര്യമായ ഏറ്റവും നല്ല മനുഷ്യരാരാണെന്നറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞതെന്താണ്? ഉമർ തങ്ങളെ, അൽ മുസല്ലൂ, 5 നേരം നമസ്കരിക്കുന്നവനാ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവന്. 5 നേരം നമസ്കരിക്കുന്നവനാണ് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ലവനെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തലയനക്കിട്ട് പറഞ്ഞു, അല്ല, അവനല്ല ഏറ്റവും നല്ലവൻ, അവനല്ല. കാരണം എന്താണ്? നിസ്കരിക്കുന്നവരിൽ നല്ലവനുണ്ടാകും, നമസ്കരിക്കുന്നവരിൽ തെമ്മാടി ഉണ്ടാകും. സഹോദരങ്ങളെ, നിസ്കരിച്ചിട്ട് പലിശയ്ക്ക് പണം കൊടുക്കുന്നവനില്ലേ, നമസ്കരിച്ചിട്ട് കള്ളു കുടിക്കുന്നവനില്ലേ, നമസ്കരിച്ചിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവനില്ലേ, നമസ്കാരം കഴിഞ്ഞിട്ട് പരദൂഷണം പറയുന്നവനില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മുസല്ലി യകൂനു ബിർറൻ വ ഫാജിറാ, നമസ്കാരക്കാരും നല്ലവരുണ്ടാകും, തെമ്മാടി ഉണ്ടാകും. എന്നാ ഉമർ തങ്ങളെ മറ്റാരുമല്ല, സ്വായിമോ, നോമ്പുകാരാണ്. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ചതമ്പുരാന് വേണ്ടിയിട്ട് തൊണ്ട പൊട്ടിക്കീറുമാറ് അവര് ചുണ്ട് വരണ്ടുണങ്ങിയിട്ട് അവര് ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാറ്. അവരുടെ വീടിന്റെ അകത്തളത്തിൽ സുന്ദരിയായ ഭാര്യ നിൽക്കുമ്പോൾ ശരീരത്തിന്റെ ദാഹം തീർക്കാറ് അവരുടെ പൈദാഹം അടക്കി വെച്ചിട്ട് അവരൊരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർക്ക് ഭാര്യ വേണ്ട, ഒന്നും വേണ്ട. പകല് മുഴുവനും അല്ലാഹുവിന് വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുന്ന നോമ്പുകാരാണ് നല്ലവരെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്തലമുറക്കാരനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നോമ്പുകാരിൽ നല്ലവനുണ്ടാകും, നോമ്പുകാരിൽ തെമ്മാടി ഉണ്ടാകും. നോമ്പ് പിടിക്കുന്ന എത്രയോ ആളുകളെ ഹറാമ് പറയുന്നവരാ. ഇന്ന് വായിക്കും വയറിനുമല്ലേ നോമ്പുള്ളത്, ഇന്ന് വായിക്കും വയറിനുമല്ലേ നോമ്പുള്ളത്. കാതിന് നോമ്പില്ല, കണ്ണിന് നോമ്പില്ല, നാക്കിന് നോമ്പില്ല. നോമ്പ് പിടിച്ചുകൊണ്ട് ഫസാദ് പറയുന്നവരല്ലേ, നോമ്പ് പിടിച്ചുകൊണ്ട് ഹറാമുകൾ കാണുന്നവരല്ലേ, നോമ്പ് പിടിച്ചുകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങൾ കേൾക്കുന്നവരല്ലേ. അവരുടെ നോമ്പ് കൊണ്ട് എന്ത് പുണ്യമാണ്, എന്ത് ചൈതന്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നോമ്പുകാരിൽ നല്ലവരുണ്ടാകും, മോശക്കാരുണ്ടാകും. എന്നാൽ ഉമർ തങ്ങളെ അൽ മുജാഹിദൂൻ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ശരീരം കൊടുക്കുന്നവരാ. ശരീരം പെടഞ്ഞ് വീഴുന്തോറും അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ദീനിന് വേണ്ടിയിട്ടാണല്ലോ എന്ന ചിന്തയോടെ അവര് പുഞ്ചിരിക്കുന്ന വദനത്തോടെ കിടക്കുന്ന ധീര മുജാഹിദീങ്ങളുണ്ടല്ലോ. രക്തസാക്ഷി തൊട്ട പുഞ്ചിരിയോടെ സ്വീകരിച്ച ധീര മുജാഹിദീങ്ങളുണ്ടല്ലോ. അവരാണ് ഉമർ തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന മുജാഹിദീങ്ങളിൽ പോലും നല്ലവരും മോശക്കാരും ഉണ്ടാകാം. ധർമ്മസമരം ചെയ്യുന്നവരിൽ പോലും നല്ലവരും മോശക്കാരും ഉണ്ടാകാം. അതുകൊണ്ട് നിസ്കാരക്കാരെ കണ്ടിട്ട് നല്ലവനാണെന്ന് കരുതണ്ട, നോമ്പുകാരനെ കണ്ടിട്ട് നല്ലവനാണെന്ന് കരുതണ്ട. പ്രിയപ്പെട്ടവരെ, പിന്നെ
തന്നെ നല്ലവനാരെന്നറിയോ? ഈ ചെറുമുക്കിൽ ഏറ്റവും നല്ലവളാരെന്ന് ചോദിച്ചാൽ രണ്ടഭിപ്രായം വേണ്ട ഉമ്മ, രണ്ടഭിപ്രായം വേണ്ട. മുസല്ല വിരിച്ചിട്ട് നിസ്കാരപ്പായ വിരിച്ചിട്ട് നിസ്കാരക്കുപ്പായം ധരിച്ചുകൊണ്ട് 24 മണിക്കൂർ നിസ്കാരപ്പായിലിരിക്കുന്ന ഓതുവോടെ ഇരിക്കുന്ന ഉമ്മ, ഒരു കയ്യിലെ വിശുദ്ധ ഖുർആൻ വെച്ചിട്ട് മറ്റേ കയ്യിലെ തസ്ബീഹ് മാല പിടിച്ചിട്ട് ഒരു കസേരയിൽ നിന്ന് അടുത്ത കസേരയിൽ കാല് വെച്ച് അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലി ചൊല്ലി ഇരിക്കുന്ന ഉമ്മ, നീ നിന്റെ ഇബാദത്തുകൾ നീ വളരെ സജീവമായി ചെയ്യുമ്പോൾ ഒരുപക്ഷേ നിന്റെ മനസ്സ് ക്ലിയർ അല്ലാതിരിക്കാം, നിന്റെ ശരീരം ശുദ്ധിയായിരിക്കാം, പക്ഷെ മനസ്സ് മലിനമായിരിക്കാം. അതുകൊണ്ട് നിസ്കാരക്കാരിലും നോമ്പുകാരിലും ധർമ്മസമരം ചെയ്യുന്നവരിലും മോശക്കാര് വരാം, നല്ലവരും ഉണ്ടാകാം. പിന്നെ ആരാണ് ഉമർ തങ്ങളെ നല്ലവരെന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ വറഉ ഫീ ദീനില്ലാഹ് യസ്തക്മിലു ത്വാഅത്തുല്ലാഹ്. അല്ലാഹുവിന്റെ ദീനിൽ സൂക്ഷ്മത കാണിച്ചവനാരാ? ഈ ചെറുമുക്കിലെ ഏറ്റവും നല്ലവനാരെന്ന് ചോദിച്ചാൽ മറുപടി ഒന്നേ ഉള്ളൂ, ഇന്നേ വരെ ഹറാമുകൾ ചെയ്തിട്ടില്ല, ഇന്നേ വരെ കള്ളു കുടിച്ചിട്ടില്ല, ഇന്നേ വരെ പെണ്ണ് പിടിച്ചിട്ടില്ല, ഇന്നേ വരെ പലിശ വാങ്ങിയിട്ടില്ല, ഇന്നേ വരെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇന്നേ വരെ സീരിയൽ കണ്ടിട്ടില്ല, ഇന്നേ വരെ സിനിമ കണ്ടിട്ടില്ല, ഇന്നേ വരെ ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല, ഇന്നേ വരെ ഒരാളോട് മോശപ്പെട്ട സംസാരം സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ഈ നാട്ടിലുണ്ടോ? നിസ്കാരമല്ല ആബിദാകാനുള്ള വഴി, നോമ്പല്ല ആബിദാകാനുള്ള വഴി. പിന്നെ ഏതാണ് പ്രിയപ്പെട്ടവരെ ആബിദാകാ? നിനക്ക് ഏറ്റവും നല്ല ആബിദാകാൻ റസൂലുള്ളാഹ് പറഞ്ഞു തന്ന വഴി ഏതാ? ഇത്തഖിൽ മഹാരിമ തകുന അഅബദന്നാസ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദാകണമെങ്കിൽ നീ ആദ്യം വീട്ടിലിരിക്കുന്ന സീരിയൽ മാറ്റി വെക്കുക. നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിക്ക് വേണ്ടി മോതിരം ചോദിക്കുമ്പോൾ മാല എന്നെ വലിച്ചു പൊട്ടിച്ചു കൊടുക്കാൻ കാര്യമില്ല, കൂലി കിട്ടും, പക്ഷെ നീ വലിയ ആളാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വേണമെങ്കിൽ നിന്റെ വലിയ മൊബൈലിൽ നിന്ന് ഇനിയുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാതെ നീ നോക്കണം. ഇനി നിന്റെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാക്കണം. അങ്ങനെ സൂക്ഷ്മത ഉണ്ടായാൽ മാത്രമേ നിനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ലവളായി മാറാൻ കഴിയുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു സംശയവും നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട. എപ്പോഴാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായത്? എപ്പോഴാണ്? പറയും. എത്രാമത്തെ വയസ്സിലാണ് നബി തങ്ങൾ നബിയായത്? എത്രാമത്തെ വയസ്സിലാണ്? എത്ര? 40-ാമത്തെ വയസ്സ് അല്ലേ? 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി. തെറ്റാണ്, ഒരിക്കലും അല്ല. നബിയോട് തന്നെ ചോദിച്ചല്ലോ, മത്താ കുന്ത നബിയ, നിങ്ങൾ എപ്പോഴാണ് നബിയായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദം നബി വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഇടയിലായിരുന്നപ്പോ തന്നെ ഞാൻ നബിയായി എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അന്നുണ്ടായിട്ടില്ല. നബി ഉണ്ടായിട്ടില്ലെന്നല്ല, മനുഷ്യൻ പോലും അന്നുണ്ടായിട്ടില്ല. ആദം നബിയെ പോലും അല്ലാഹു പടച്ചിട്ടില്ല. അപ്പോഴേ നമ്മുടെ പ്രവാചകനായി. നമ്മൾ പറയൂലേ, എടാ നീ എന്നെ ആരെന്നാ മനസ്സിലാക്കിയത്? ഞാൻ ജനിക്കുമ്പോ നീ ഞരമ്പിലൂടെ ഓടുന്നേ ഉള്ളൂ നമ്മൾ പറയൂലേ. എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ നട്ടലിലൂടെ നമ്മൾ ബീജത്തുള്ളിയായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ജനിച്ചു എന്നാണ് നമ്മൾ പറയുക. രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോ പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയും, നിനക്കെന്നെ അറിയില്ല, ഞാൻ ജനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ പാർട്ടി പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ പള്ളി കമ്മിറ്റിയിൽ വരുന്ന സമയത്ത് നീ ഞരമ്പിലൂടെ ഓടുന്നേ ഉള്ളൂ എന്ന് പറയുന്നത് മോശപ്പെട്ടൊരു വാക്കാണെന്ന് ആരും കരുതണ്ട. നമ്മളൊക്കെ അങ്ങനെ ഓടിയിട്ട് തന്നെ അങ്ങോട്ട് വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നതുപോലെ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ നബി ആയപ്പോ ആദം നബി മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ അന്ന് ആദം നബിയെ പടച്ചിട്ടില്ല എന്നർത്ഥം. പിന്നെ 40-ാമത്തെ വയസ്സിൽ എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ റസൂലിന് പ്രബോധനത്തിനുള്ള അനുവാദം അള്ളാഹു കൊടുത്തത് 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിലാണ് നബിതങ്ങൾക്ക് പ്രബോധനത്തിനുള്ള അനുവാദം കൊടുത്തത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ. 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി ദഅവത്ത് തുടങ്ങി. 40-ാമത്തെ വയസ്സിലെ പ്രവാചകന് ദഅവത്ത് തുടങ്ങി. അവിടുന്ന് 11 വർഷം കഴിഞ്ഞിട്ടാണ് നിസ്കാരം അല്ലാഹു തആല ഈ ഉമ്മത്തിന് കൊടുത്തത്. എത്ര കൊല്ലം? 11 കൊല്ലം. 51-ാമത്തെ വയസ്സിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. അതുവരെ ഈ നിസ്കാരമില്ല. 40-ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ അല്ലെങ്കിൽ പ്രബോധനത്തിലുള്ള അനുവാദം കൊടുത്ത്
11 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയത്. അല്ലാഹു തആല നോമ്പും സകാത്തും നിർബന്ധമാക്കിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ചിന്തിക്കണം. ഹജ്ജ് അല്ലാഹു നിർബന്ധമാക്കിയത് 19 കൊല്ലം കഴിഞ്ഞിട്ട്. ഇസ്ലാം കാര്യം എല്ലാം ആയില്ലേ? എല്ലാം ആയില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഈ പറയുന്നത്? 40ാമത്തെ വയസ്സിൽ നബിയോട് പറഞ്ഞു ദഅവത്ത് തുടങ്ങിക്കോളാൻ, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. നിസ്കാരമൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ല, നോമ്പിനെ പറ്റിയും പറഞ്ഞില്ല, സക്കാത്തിനെ പറ്റിയും പറഞ്ഞില്ല, ഹജ്ജിനെ പറ്റിയും പറഞ്ഞില്ല. നിസ്കാരത്തെ പറ്റി പറഞ്ഞത് 11 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നോമ്പിനെ പറ്റിയും സക്കാത്തിനെ പറ്റിയും പറഞ്ഞത് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഹജ്ജിനെ പറ്റി പറഞ്ഞത് 19 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോ ഇതിനിടയിൽ ഇത്രയും കൊല്ലം എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ ഡ്യൂട്ടി? എന്തായിരുന്നു? നമ്മളൊരു പുതിയ വീട് താമസത്തിന് പോയി. നമ്മൾ ആദ്യം എന്താ ചെയ്യാ? നേരെ അങ്ങോട്ട് ചെന്ന് കിടക്കുക? ഇല്ല. നമ്മൾ എന്താ ആദ്യം ചെയ്യാ? ആദ്യം ഒന്ന് കഴുകി, ഒന്ന് തൂത്തുവാരി നമ്മൾ കഴുകി ഒന്ന് ശുദ്ധിയാക്കിയിട്ടേ നമ്മൾ അതിനകത്ത് കയറും. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാ. നമ്മൾ കുറച്ച് നെല്ല് വയലിൽ നമ്മൾ വിതയ്ക്കാൻ വേണ്ടി പോയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ആ പുരയിടത്തിലെ ആ നെൽപ്പാടത്തിലെ മുഴുവൻ കളകളെയും നമ്മൾ പറിച്ച് കളഞ്ഞ് ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ പിഴുത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെല്ല് വിതയ്ക്കുക. കാരണം എന്താണ്? ആദ്യം അവിടെ ഉള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിന് 40ാമത്തെ വയസ്സിൽ ദഅവത്തിന്റെ അനുവാദം കിട്ടി. ആ സമയത്ത് നബി തങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. ഈ 11 വർഷത്തിന് മുമ്പ് വരെ റസൂലുള്ളാഹിന്റെ ഡ്യൂട്ടി എന്തെന്നറിയോ? കള്ള് കുടിക്കുന്നവന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അരുത്, പാടില്ല, കള്ള് കുടിക്കല്ലേ. പെണ്ണ് പിടിക്കുന്നവന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പാടില്ല. കുഴിച്ചു മൂടിയിരുന്ന പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാട്ടാളന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പാടില്ല. അവൾ ഉമ്മയാണ്, പെങ്ങളാണ്, മകളാണ്, അവള് സഹോദരിയാണ്, പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ പലിശക്കാരനോട് പലിശ വാങ്ങല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ മുഴുവൻ മാലിന്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വലിയ മാറ്റമുണ്ടാക്കിയിട്ട് അവരെ എല്ലാം ശുദ്ധീകരിച്ചു പച്ച മനുഷ്യരാക്കി മാറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇനി നിങ്ങൾ നിസ്കരിക്കണേ. വീണ്ടും ഒന്ന് ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നോമ്പ് പിടിക്കണേ, സക്കാത്ത് കൊടുക്കണേ. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഹജ്ജ് ചെയ്യണേ. സഹോദരങ്ങളെ, ആദ്യമായി നമുക്ക് വേണ്ടത് നിസ്കാരമല്ല, നോമ്പല്ല, സക്കാത്തല്ല, ഹജ്ജല്ല. ആദ്യമായിട്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മാലിന്യങ്ങളെയും മാറ്റലാണ്. കള്ള് കുടിക്കുന്നവനെ ഒരു തുള്ളി കല്ല് പോലും ഇനി പള്ളയിലേക്ക് പോകില്ലെന്ന് പ്രതിജ്ഞയെടുക്കല. തെരഞ്ഞെടുപ്പ് വരും പോകും. സഹോദരങ്ങളെ, പാർട്ടിയുടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പും അതുപോലെ ഫലപ്രഖ്യാപനവും വരും പോകും. അതുപോലെ കല്യാണം വരും പോകും. അതുപോലെ ഫംഗ്ഷനുകൾ വരും പോകും. പക്ഷേ നാളെ നമുക്ക് നരകമെങ്ങാനും വന്നു പോയാൽ ആ നരകം നമ്മിൽ നിന്ന് മാറിപ്പോകൂല. ആ നരകം നമ്മിൽ നിന്ന് വിട്ടുപോകൂല. അതുകൊണ്ട് പെങ്ങളെ, ഇനിയെങ്കിലും ഒന്ന് മാറിക്കൂടെ? എത്ര മഴയ്ക്ക് വേണ്ടി ദ്വാരന്നാലോ എന്റെ പെങ്ങളെ, ചെറുപ്പക്കാരാ, മഴ റബ്ബ് തരൂല. മഴവെള്ളമില്ലാതെ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. കിലോമീറ്ററുകളോളം ലൈൻ പൈപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരാണ്. സഹോദരങ്ങളെ, എന്തേ ഖജനാവിൽ വെള്ളം തീർന്നു പോയതിന്റെ പേരിലാണോ? അല്ലാഹുവിന്റെ ഖജനാവിൽ വെള്ളം തീർന്നത് കൊണ്ടാണോ? അല്ല. പടച്ചവന്റെ ഖജനാവ് പറ്റൂല. ലാ തൻഫുദു അബദാ. അല്ലാഹുവിന്റെ ഖജനാവ് പറ്റിപ്പോകൂല. പടച്ചതമ്പുരാന്റെ ഖജനാവ് വിശാലമാണ്. പിന്നെ എന്താണ് റബ്ബ് നമുക്ക് വെള്ളം തരാത്തത്? എന്തേ പടച്ചവന് വെള്ളം തരാത്തത്? എന്തേ മഴ തരാത്തത്? ഒരു നിമിഷം ചിന്തിക്കുകയോ? പള്ളിക്കകത്ത് നിസ്കാരമില്ലാത്ത പള്ളിയുണ്ടോ? നോമ്പ് പിടിക്കാത്ത റമളാനുണ്ടോ? ഹജ്ജിന് പോകാത്ത വർഷമുണ്ടോ? അതുപോലെ സക്കാത്ത് കൊടുക്കാത്ത പണക്കാരനുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് പടച്ചവന് മഴ തരാത്തത്? ഇന്ന് പള്ളികളിൽ ധാരാളം ആളുകളല്ലേ നിസ്കരിക്കാൻ. എത്ര ജമാഅത്താണ് ഒരു പള്ളിക്കകത്ത് നടക്കുന്നത്? എത്ര പള്ളികളാണ് ഒരു നാട്ടിലുള്ളത്? ഇവിടെ ഒരു സംഘടനയുടെ പള്ളിയാണോ? അപ്പുറത്ത് മറ്റേ സംഘടനയുടെ പള്ളി, അതിന്റെ
അതിനിപ്പുറത്തു മറ്റേ സംഘടനയുടെ പള്ളി, അങ്ങനെ പള്ളികളെ ധാരാളം വന്നു. നിസ്കാരക്കാര് ധാരാളമായി, നോമ്പുകാരധികമായി, ഹജ്ജുകാര് തോനയത് ധാരാളമായി, നോമ്പുകാരധികമായി. പിന്നെ എന്താണ് റബ്ബ് മഴ തരാത്തത്? അല്ലാഹുവേ, ആബിദീങ്ങൾ കുറഞ്ഞു പോയി, ഹറാം ചെയ്യുന്നവര് കൂടിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മാമിൻ സാഅത്തിനയോ മാമിൻ സാഅത്തിന് മാമിൻ സാഅത്തിൻ ഇല്ല സമാഉ തുംതറു. ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ മഴ പെയ്യുകയാണ്. ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ഒന്ന് ചിന്തിക്കണേ പെങ്ങളെ. നമുക്ക് എന്തില്ലെങ്കിലും ജീവിക്കാം, വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണമില്ലാതെ പോയാൽ മൊബൈലിൽ കളിച്ച് കളിച്ച് നമുക്ക് സമയം നഷ്ടപ്പെടുത്താം. നമുക്ക് എന്തെങ്കിലും ഇല്ലാതെ പോയാ നമുക്ക് സമയം നഷ്ടപ്പെടുത്താം. നമ്മുടെ കയ്യിൽ സംവിധാനങ്ങളുണ്ട്. വെള്ളമില്ലെങ്കിൽ മോനെ നീയില്ല, വെള്ളമില്ലെങ്കിൽ മോനെ കന്നുകാലികളില്ല, വെള്ളമില്ലെങ്കിൽ മോനെ കറണ്ടില്ല, വെള്ളമില്ലെങ്കിൽ മോനെ മൊബൈലില്ല, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. അതുകൊണ്ട് വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഭക്ഷണമില്ലാതെ ജീവിക്കാം, അരിയില്ലാതെ ജീവിക്കാം, മണ്ണെണ്ണ ഇല്ലാതെ ജീവിക്കാം, പഞ്ചസാര ഇല്ലാതെ ജീവിക്കാം. സഹോദരങ്ങളെ, എന്തില്ലായിരുന്നാലും നമുക്ക് ജീവിക്കാം. പക്ഷേ വെള്ളമില്ലേ ജീവിക്കാൻ കഴിയൂല കേട്ടോ. ആവർത്തിച്ച് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തേ പടച്ചവന്റെ ഖജനാവിൽ വെള്ളം തീർന്നതാണോ? ഒരിക്കലുമല്ല. നബി തങ്ങൾ പറയുന്നു, ഓരോ സെക്കൻഡിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വൃശ്ചികത്തിലല്ല, ഒരു ഇടവപ്പാതിയിലല്ല, ഒരു ജൂൺ മാസത്തിലല്ല, ഒരു മെയ് മാസത്തിലല്ല, ഏത് സമയത്തും മഴ പെയ്യുകയാണ്. വെള്ളമാണ് പടച്ചതമ്പുരാൻ അയ്യൂബ് നബിയുടെ രോഗശമനത്തിന് കാരണമാക്കിയതെങ്കിൽ അതേ വെള്ളം കൊണ്ട് നൂഹ് നബിയുടെ സമുദായത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു കഴിവുള്ളവനാണ്, പടച്ചതമ്പുരാന് കഴിവുള്ളവനാ. അതുകൊണ്ട് ചിന്തിക്കണേ സഹോദരങ്ങളെ, നമുക്ക് ആബിദാകാൻ, നമുക്ക് നാട്ടിലെ ഏറ്റവും നല്ലവനാകാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത്തഖിൽ മഹാരിമാ. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയൂ. ഇനി എത്ര കടന്ന് നമ്മൾ സുജൂദ് ചെയ്താലും, എത്ര റുക്കൂ ചെയ്താലും ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. അല്ലാഹ് മഴ തരില്ല. നമ്മളെ കരച്ചിലും നിസ്കാരവും നോമ്പൊക്കെ അല്ലാഹ് ഒരുപാട് കണ്ടതാ അല്ലേ? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും പറയും, എന്തും ചെയ്യും, എന്തും കാണിക്കും. ഇതെല്ലാം കൂടെ പടച്ചു അങ്ങോട്ട് ഹോൾസെയിൽ ആയിട്ട് തന്നാലോ നമ്മൾ അല്ലാഹനെ അങ്ങ് മറക്കും. ഇതല്ലേ നമ്മുടെ സ്വഭാവം, ഇതല്ലേ നമ്മുടെ സ്വഭാവം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമം നടത്തി. അല്ലാഹു എനിക്കും നിങ്ങൾക്കും, ഞാനിതെല്ലാം തികഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നതൊന്നുമല്ല, നമുക്ക് ഒരുമിച്ച് മാറാം, നമുക്ക് ഒരുമിച്ച് ഹറാമിൽ നിന്ന് മാറാം. എന്റെ പെങ്ങളെ, ഒരുപാട് വീശേണ്ടി വരും അല്ലേ? കാറ്റിട്ടാൻ ഒരുപാട് വീശേണ്ടി വരും. മെഴുകുതിരി വെട്ടത്തിൽ നമ്മുടെ വീട്ടു ജോലികൾ ചെയ്യേണ്ടി വരും, ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. ഇനിയെങ്കിലും നമ്മുടെ സീരിയൽ നമ്മൾ അടച്ചു വെച്ചില്ല, നമ്മുടെ മോശപ്പെട്ട ജീവിതം നമ്മൾ മാറ്റിയില്ല എങ്കിൽ അല്ലാഹനെ വെല്ലുവിളിച്ചാൽ അവൻ വിടില്ല. ബാക്കി ആരെ വെല്ലുവിളിച്ചാലും നമുക്ക് ഒളിച്ചു നടക്കാം. പക്ഷെ അല്ലാഹനെ ഒന്നും മറക്കാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് അല്ലാഹു തരുന്നത്, ഒരു ചെറിയ പരീക്ഷണം അല്ലാഹു നമുക്ക് തന്നു. കുറച്ച് വെള്ളം അങ്ങ് മാറ്റി അല്ലേ? കഴിഞ്ഞ 2016 15 എന്ന് എനിക്ക് ഓർമ്മയില്ല, കൃത്യമായി ഓർമ്മയില്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പോലും നമസ്കാരം നടന്നു അല്ലേ? ഏത് കൊല്ലോ അത്? കഴിഞ്ഞ വർഷം അല്ലേ? വെള്ളമില്ലാതെ വിഷമിച്ചു. പള്ളിയിൽ കയറാത്തവരൊക്കെ പള്ളി കയറാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞിട്ട് പൊടിയും തട്ടിയിട്ട് വേണമെങ്കിൽ പിടിച്ചോളാ, എന്നെ കൊണ്ട് തരേ പറ്റുള്ളൂ, പിന്നെ ബുഖാരിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഓടിയവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തു, പടച്ചോനെ ഞങ്ങൾക്ക് വെള്ളം താ അല്ലാഹ്, ഞങ്ങൾക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിലെ മൃഗങ്ങൾക്കെങ്കിലും താ, അപ്പൊ ഓസന് കുടിക്കാമല്ലോ, അപ്പൊ ആ പറ്റില് കുടിക്കാമല്ലോ. അങ്ങനെ കരഞ്ഞ് ദാടി രോമങ്ങളിലൂടെ കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകിയിട്ട് ദുആ ചെയ്തു. ഇശാ കഴിഞ്ഞാലും പോകൂല, സുബഹി കഴിഞ്ഞാലും പോകൂല, പള്ളിക്കകത്ത് ഇരിപ്പാ. ദുആ കഴിഞ്ഞ് ഖുർആൻ എടുക്കുന്നു, ഒരു പേജ് ഓതുന്നു, പിന്നെ തസ്ബീഹ് എടുക്കുന്നു, മറിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് കരഞ്ഞ് ആരുടെയോ കണ്ണുനീര് കണ്ടിട്ട് അല്ലാഹു വെള്ളം കൊടുത്തു, മഴ പെയ്യിപ്പിച്ചു. പിറ്റേന്ന് സുബഹി മുതൽ പള്ളിയിൽ ആളില്ല. പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു, എവിടെ കാക്കാങ്ങളെ കണ്ടില്ലല്ലോ? മഴയല്ലേ, പിന്നെ എങ്ങനെ പള്ളിയിൽ വരും? ഇന്നലെ വന്നതോ മഴ ഇല്ലാത്തതുണ്ട്, ഇന്ന് വരാത്തതോ മഴ ഉള്ളുണ്ട് അല്ലേ? നമ്മളെ പോലെ നന്ദി കെട്ട കൗമ വേറെ ഏതാ ഉള്ളത്? ഇല്ലേ? രണ്ടാമത്തെ കാര്യം, നമുക്ക് തീരെ വിശ്വാസമില്ല.
മഴയെ തേടിയുള്ള നിസ്കാരം നടത്താൻ വേണ്ടിയിട്ട് പള്ളിയിലെ ഇമാമ പ്രസംഗിച്ചു. കമ്മിറ്റിക്കാരെ തീരുമാനിച്ചു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി മഴയെ തേടിയുള്ള നിസ്കാരത്തിന് വേണ്ടിയിട്ട് മൈതാനത്ത് പോയി. എല്ലാവരും ചെന്നു. ആ കൂട്ടത്തിൽ ഒരു സാധു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളും പോയി. നിസ്കാരം കഴിഞ്ഞങ്ങോട്ട് മഴ പെയ്തു. ആ പെൺകുട്ടി മാത്രം കുട കൊണ്ടുപോയി. അവള് സന്തോഷമായിട്ട് തിരിച്ചു വീട്ടിൽ വന്നു. കാരണം എന്താണ്? പള്ളിയിലെ ഇമാമം നനഞ്ഞു കുതിർന്നു. കമ്മറ്റിക്കാരൻ നനഞ്ഞ് ഓടി ഒളിച്ചു. നിസ്കരിക്കാൻ വന്നവരൊക്കെ 4 ഭാഗത്തേക്ക് ചിന്നിച്ചിതറി. ആ പെൺകുട്ടി മാത്രം കുടയും പിടിച്ചുകൊണ്ട് വീട്ടിൽ പോയി. കാരണം എന്താ? ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ വിശ്വാസം കൊണ്ട് ചോദിച്ച അള്ളാഹു തരുമെന്ന്. അതുകൊണ്ട് ആ കുട്ടി വന്നപ്പോ കുടയും കൂടെ എടുത്തിരുന്നു. ഇമാമ കുട എടുത്തില്ല. കാരണം ഇമാമിന് വിശ്വാസം ഇല്ല. അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസവുമില്ല. വിശ്വസിക്കാനുള്ള ആ ഒരു തരത്തിലുള്ള ഇബാദത്തുകൾക്ക് നമുക്ക് കമ്മിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആളുകളാകാൻ പള്ളിക്കകത്ത് കയറണമെന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ സൂക്ഷ്മത നമ്മൾ ഒന്ന് പുലർത്തുക. ഹറാമുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കും. ഓട്ടോമാറ്റിക്കായി നമ്മൾ നിസ്കാരം തുടങ്ങും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിസ്കരിച്ചിട്ട് കള്ളും കുടിച്ച്, ഹജ്ജിന് പോയിട്ട് പലിശയും വാങ്ങി, അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഇബാദത്തുകൾ ചെയ്തിട്ട് ഹറാമുകൾ കൂടെ ചെയ്യുന്നവർക്ക് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഹറാമുകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നാമതായി അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, നിനക്ക് ഏറ്റവും നല്ല ആബിദാകാനുള്ള വഴി ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത് മഹാനായ പ്രവാചകനെ പറയുകയാണ്, അബൂ ഹുറൈറ, നിനക്ക് ഏറ്റവും വലിയ സമ്പന്നനാകണോ? ഏറ്റവും വലിയ സമ്പന്നനാകണോ? സഹോദരിമാര് കേട്ടോ, സഹോദരങ്ങള് കേട്ടോ, എന്റെ ഭർത്താവ് ഏറ്റവും നല്ല ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും നല്ല സമ്പന്നനാകണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാര്, ഏറ്റവും നല്ല സമ്പന്നരാകാൻ, ഏറ്റവും നല്ല സമ്പന്നതയിൽ എത്തിച്ചേരാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഫോർമുലയാണ്. മുറുകെ പിടിച്ചോ. ഏറ്റവും വലിയ സമ്പന്നനാകാൻ നമുക്ക് കഴിയുന്നതാണ്. എന്താണ് കാര്യമെന്നറിയോ? അബൂ ഹുറൈറയുടെ കൈപിടിച്ചിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, വറല്ലബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിനക്ക് തന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിനെ നീ തൃപ്തിപ്പെട്ടോ. അല്ലാഹു നിനക്ക് തന്നവരെ പറയാണോ, അതിൽ പരിപൂർണ തൃപ്തനായി നീ മാറിക്കോ. അങ്ങനെ മാറിയാലത്തക്കൊരു അഗ്നന്നാസ്, നീ ജനങ്ങളിൽ വെച്ച് ഏറ്റവും സമ്പന്നതയുള്ളവനാണ്. ഏറ്റവും വലിയ സമ്പന്നനാകാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നീ ഉള്ളത് കൊണ്ടങ്ങ് തൃപ്തിപ്പെടലാണ്. സഹോദരങ്ങളെ, നമുക്ക് കഴിയാത്തതല്ലേ? ഇന്ന് ലക്ഷപ്രഭുക്കൾ നോക്കുന്നത് 1000 കിട്ടിയവനിലേക്കല്ല, കോടികൾ കിട്ടിയവനിലേക്കാണ്. 1000 കിട്ടിയവൻ നോക്കുന്നത് 100 കിട്ടിയവനിലേക്കല്ല. 1000 കിട്ടിയവൻ നോക്കുന്നത് ലക്ഷക്കണക്കിന് കിട്ടിയവനേക്കും കോടിപതിയിലേക്കുമാണ് നോക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ എല്ലാ വാർദ്ധക്യത്തിലെത്തും. നിങ്ങൾക്കറിയുമോ, നമ്മുടെ കണ്ണ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ കണ്ണിന്റെ കാഴ്ച കുറയും. നമ്മുടെ ശ്രവണപുടങ്ങൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ പഴയതുപോലെ കേൾക്കാൻ കഴിയില്ല. നാവ് പോലും വാർദ്ധക്യം പ്രാപിക്കും. പഴയതുപോലെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തിനേറെ നമ്മുടെ തൊലികൾ പോലും, ശരീരത്തിന്റെ തൊലി പോലും വാർദ്ധക്യത്തിലെത്തും. വറ്റി വരേണ്ട വയലേലകൾ പോലെ വിണ്ടുകീറൂലേ. സഹോദരങ്ങളെ, നിബിധങ്ങൾ പറയുമ്പോ എല്ലാ അവയവങ്ങളും വാർദ്ധക്യത്തിലെത്തിയാൽ മനുഷ്യന്റെ 2 കാര്യങ്ങൾ എന്നും യുവത്വത്തിലായിരിക്കും. ആ യുവത്വത്തിന്റെ പ്രസരിപ്പ് എന്നും ഉണ്ടാകും. ആ 2 കാര്യങ്ങൾ ഏതെന്നറിയോ? കാല് പഴയതുപോലെയല്ല, വാർദ്ധക്യം പ്രാപിച്ചു. കൈ വാർദ്ധക്യത്തിലെത്തി, പഴയതുപോലെ കാല് പൊങ്ങുന്നില്ല. ഇന്ന് നമസ്കരിക്കുന്നത് നീ കസേരയിലാണ്, ഇന്ന് ചെയറിലാണ് നിസ്കരിക്കുന്നത്. ഇന്ന് കൈ പൊങ്ങുന്നില്ല. ഒരു കൈയെടുത്തടുത്ത കൈയിലേക്ക് ഒരു ചെറിയ താങ്ങ് കൊടുത്തല്ലാതെ നിന്റെ കൈ ഉയരുന്നില്ല. നിന്റെ കൈയതാ വാർദ്ധക്യം പ്രാപിച്ചിരിക്കുകയാ. ഏതവയവമാണ് വാർദ്ധക്യം എത്താത്തത്? പക്ഷേ ആ സമയത്തും നിന്റെ ജീവിതത്തില് 2 കാര്യങ്ങൾ ഈ യുവത്വത്തിലാണ്. റസൂലുള്ളാഹി പറയുന്നതിൽ ഒന്നാമത്തെ ഏതെന്നറിയോ? ഇനിയും ഒരുപാട് നാൾ ജീവിക്കണമെന്ന ആഗ്രഹമാണ്. രണ്ടാമത്തേതോ ഒരുപാട് സമ്പത്തുണ്ടാകണമെന്ന പൂതിയാണ്. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോഴും നിന്റെ പറച്ചിലെന്താ? നിന്റെ സംസാരം എന്താ? മക്കളെ, കട നോക്കിയോളണേ, മക്കളെ പുരയിടം നോക്കണേ, മക്കളെ ഞാൻ നിങ്ങൾക്ക് തന്നതിനെ ശ്രദ്ധയോടെ നോക്കണേ.
എന്ന് പറഞ്ഞ് സമ്പത്തിന്റെ ഭാവിയുടെ സമ്പത്തിന്റെ വർധനവിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ട് ആ അവസാന നിമിഷം വരെയും നമ്മുടെ ജീവിതമെങ്കിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പന്നനാകണോ, ഏറ്റവും വലിയ സമ്പന്നനാകണോ എന്നാ ഉള്ളത് കൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടാ മതിയെന്ന സഹോദരങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മഹാനായ പ്രവാചകൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്ത് എന്ന പടച്ചതമ്പുരാന്റെ വേദഗ്രന്ഥത്തിൽ അല്ലാഹു പറഞ്ഞതായിട്ട് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതാണ്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ തൗറാത്ത് വായിച്ചപ്പോൾ ആ തൗറാത്തിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാഹു മൂസ നബിയുടെ സമുദായത്തോട് പറയുകയാണ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങളങ്ങ് തൃപ്തിപ്പെട്ടാൽ, ഈ വാക്കൊന്ന് ഗൗനിച്ചു കേൾക്കണേ, ഈ വാക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. ഇന്ന് എന്റെ അവസ്ഥ ഇതാണ്, നിങ്ങളുടെ അവസ്ഥ ഇതാണ്, മുഴുവൻ കച്ചവടക്കാരുടെ അവസ്ഥയും ഇതാണ്, മുഴുവൻ ബിസിനസ്സുകാരുടെയും അവസ്ഥ ഇതാണ്, മുഴുവൻ കച്ചവടക്കാരുടെയും സമ്പന്നന്റെയും അവസ്ഥ ഇതാണ്. അല്ലാഹുവിന്റെ തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തില് മൂസാ നബിയോട് പടച്ചതമ്പുരാൻ പറയുകയാണ്, യാ മൂസാ, അങ്ങ് ജനതയോട് പറയണമിന് റളിയത ബിമാ ഖസംതു ലക, ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങളങ്ങ് തൃപ്തിപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ പെങ്ങളെ, നിങ്ങൾക്ക് ടെറസിട്ട വീട്ടില്, കോൺക്രീറ്റ് ഇട്ട വീട്ടിലാണ് കിടക്കാനുള്ള ഭാഗ്യം തന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അതങ്ങ് തൃപ്തിപ്പെടണം. അതല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒരു ബഹുനില കെട്ടിടമാണ്, ഒരു വലിയ ഫ്ലാറ്റാണ്, ഒരു വലിയ ഫ്ലാറ്റാണ്. അത് നിങ്ങൾ ചിന്തിക്കണ്ട, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം വേണ്ട. നിങ്ങൾക്ക് കിടക്കാൻ ഓടിട്ട വീടാണ് അല്ലാഹു തന്നത്. അൽഹംദുലില്ലാഹ്, തൃപ്തിപ്പെടണേ, തൃപ്തിപ്പെടണേ. അതല്ലാതെ മണിമാളികയിലേക്ക് നിങ്ങളെ കണ്ണുമാറൽ പോകല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓല കെട്ടിയ വീട്ടിലാണ് കിടക്കാൻ വിധിയെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് അപ്പറേ തന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് റബ്ബ് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിനും ഞാൻ റാഹത്ത് തരുന്നതാണ്. മനസ്സിനകത്ത് സന്തോഷമാണ്, ശരീരത്തിന് ആരോഗ്യമാണ്. കാരണമെന്തേ സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട് പാതിരാത്രി ഉറക്കമൊഴിയൂല, വാരിക്കൂട്ടാനുള്ള വെപ്രാളം നിങ്ങൾക്കില്ല. എനിക്ക് എന്റെ പടച്ചവനെ തന്നതപ്പറയാണ് അൽഹംദുലില്ലാഹ്. ഈ ഒരു ചിന്തയോടെ ജീവിക്കുമ്പോ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും വലിയ സന്തോഷമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വാന്ത മഹ്മൂദുൻ ഇന്ദി, ഞാൻ നീ എന്റെ അടുക്കൽ സ്തുതിക്കപ്പെട്ടവനാണ്. ഇനി നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണേ. അല്ലാഹു പറയുന്നു, വഇല്ലമ തറല ബിമാ ഖസംതു ലക, ഞാൻ നിനക്ക് തന്നത് നീ തൃപ്തിപ്പെട്ടിട്ടില്ല, ഞാൻ നിനക്ക് തന്നത് നീ തൃപ്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ പലിശയ്ക്ക് പണമെടുക്കുന്നത്, അതുകൊണ്ടല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്, അതുകൊണ്ടല്ലേ രാവും പകലുമില്ലാതെ ഓടി നടക്കുന്നത്. ഞാൻ നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെട്ടില്ല എങ്കിൽ സല്ലത്തു അലൈക ദുനിയാ, അല്ലാഹു പറയുന്നു, ദുനിയാവിനെ നിനക്ക് ഞാൻ അധികാരപ്പെടുത്തുന്നതാണ്. പിന്നെ നമ്മളെ ഭരിക്കുന്ന പണമാണ്, പിന്നെ നമ്മളെ ഭരിക്കുന്നത് വീടാണ്, പിന്നെ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സമ്പത്താണ്, പിന്നെ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സ്വർണ്ണാഭരണമാണ്. ഇത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും, ഇത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ദുനിയാവിനെ അല്ലാഹു അധികാരപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നു, ഹത്താ തർകുല ഫീഹാ കറഖലിൽ വഹിശി ഫിൽ ബരിയ. അല്ലാഹു പറഞ്ഞത്ര കറക്റ്റാണ്, അല്ലാഹു പറഞ്ഞത്ര കൃത്യമാണ്. അല്ലാഹു പറയുന്നു, ഹത്താ തർകുല ഫീഹാ കറഖലിൽ വഹിശി ഫിൽ ബരിയ. കരയിലൂടെ മൃഗങ്ങൾ ഓടി നടക്കും പോലെ നിങ്ങൾ ഓടി നടക്കുമെന്നാണ്. ചില കച്ചവടക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില സമ്പന്നര് പറയൂലേ, ഉസ്താദേ പല്ല് തേച്ചിട്ട് ആഴ്ചകളായി, ബാത്റൂമിൽ പോയിട്ട് മാസങ്ങളായി, ഞാൻ വല്ലതും കഴിച്ചിട്ട് ആഴ്ചകളായി, ഒന്നുറങ്ങിയ കാലം മറന്നു ഉസ്താദേ. എന്താ പറ്റിയത്? ഒരു കട തുറക്കുമ്പോൾ അടുത്ത സ്ഥാപനത്തിൽ നിന്ന് വിളി വരികയാണ്, അവിടെ പോകും. അവിടെ ചെല്ലുമ്പോൾ അടുത്ത കടയിൽ നിന്ന് വിളി വരുന്നു, അവിടെ പോകുന്നു. ഇവിടെ ബംഗാളിയാണ്,
അവിടെ മലയാളിയാണ്, അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ കുഴപ്പക്കാരാണ്. എന്റെ കണ്ണില്ലെങ്കിൽ അവര് മോട്ടിക്കും, എന്റെ കണ്ണില്ലെങ്കിൽ അവര് കച്ചവടമോ കുഴിതോണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരയിലൂടെ മൃഗങ്ങൾ ഓടും പോലെ ഓടുന്നില്ലേ? അല്ലാഹു പറയുകയാണ്, എന്റെ വളർമയെ തന്നെയാണ് സത്യം, എന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം. ലാ തനാലു മിൻഹാ ഇല്ലാ മാ ഖദ്ദറതു ലക. ഞാൻ നിനക്ക് നിശ്ചയിച്ചതല്ലാതെ നിനക്ക് ഒന്നും നേടാൻ പറ്റൂല. ഇനി എത്ര ഓടിയാലും അല്ലാഹു നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട്. ഇനി എത്ര ഓടിയാലും പടച്ചോ നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് കിട്ടൂല. ദുനിയാവ് മുഴുവനും വാരിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും ഞാനും നിങ്ങളും നെട്ടോട്ടമോടുമ്പോ ഈ ദുനിയാവ് നമ്മളെ ഭരിക്കുമെന്നതിനെ പുറത്ത് ഒന്നും നമുക്ക് നേടാൻ പറ്റില്ലെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗറാത്തിലൂടെ രേഖപ്പെടുത്തിയെന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ശരിയല്ലേ? ഒരു രാജാവിന്റെ മുമ്പിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. ആ സമയത്ത് രാജാവ് പറഞ്ഞത്, നിനക്കൊന്നുമില്ലേ? അതെനിക്കൊന്നുമില്ല. കണ്ടില്ലേ, കവള് കുടിഞ്ഞു, കണ്ണു കുടിഞ്ഞു, വയറൊട്ടി, എല്ലുന്തി, എനിക്കൊന്നും ഒന്നുമില്ല. ആ സമയത്ത് രാജാവ് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് അയാൾ പറഞ്ഞു, അത്ര എന്ത് തന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു, എന്ത് കിട്ടിയാലും എനിക്ക് വേണം. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്, നിനക്ക് കുറച്ച് സ്ഥലം ഞാൻ നിനക്ക് തന്നേക്കാം. ആയിക്കോട്ടെ, എനിക്കത് തന്നെയാണ് ആഗ്രഹം. ഇന്നലെ വരെ എന്നെ ആട്ടി ഓടിച്ചവരെയും ഇന്നലെ വരെ എന്നെ തള്ളി പറഞ്ഞവന്റെയും മുമ്പിൽ എനിക്ക് നിവർന്ന് നിൽക്കണം, അഹങ്കാരത്തോടെ എനിക്ക് നിൽക്കണം. അതുകൊണ്ട് കുറച്ച് ഭൂമി തരാൻ പറയുന്നത്. എത്ര വേണം? അത് നിങ്ങളുടെ കാരുണ്യം പോലെ ആയിക്കോട്ടെ. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്ന് നടക്ക്, ഇവിടെ നിന്ന് നടക്ക്, നീ നടന്ന് എവിടെ നിൽക്കുവോ അവിടം വരെ എഴുതി തന്നേക്കാം. ഓ, നമ്മളോടങ്ങാൻ അങ്ങനെ പറഞ്ഞാ പടച്ചോനെ അല്ലേ? നമ്മളെ നടക്കും, ഭാര്യ പിന്നാലെ ആഹാരമായിട്ട് ഓടും. നിൽക്കാൻ സമ്മതിക്കുവോ? ഭാര്യ നിൽക്കാൻ സമ്മതിക്കുവോ? നമുക്കിനി കാല് വേദനിച്ചിട്ട് നിൽക്കാൻ ഒരുങ്ങിയാൽ പോലും ഭാര്യ പറയും, ഒരു ചുവടൂടെ അങ്ങോട്ട് വെക്കും, അത്രയും കിട്ടിയ അത്രയായില്ലേ? അങ്ങനെ ഈ മനുഷ്യൻ നടക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ നടന്ന് 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 കുറച്ചു ദൂരെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇത്രയും എനിക്കായോ? എന്നാ പിന്നെ കുറച്ചുകൂടെ ആയിക്കോട്ടെ. വീണ്ടും നടന്നു, വീണ്ടും നടന്നു. അങ്ങനെ നടന്ന് 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 ഈ മനുഷ്യൻ ഒരുപാട് ദൂരം, ബഹുദൂരം യാത്ര ചെയ്തിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണെത്താ ദൂരത്തോളം തന്റെ അധീനതയിലായി. അയാള് പിന്നെ നിൽക്കോ? ഒരൊറ്റ ഓട്ടം. അയാൾ ഓടി, അയാൾ ഓടി. അങ്ങനെ ഓടി 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 തെങ്ങും തോട്ടത്തിൽ ഇറങ്ങി, വാഴത്തോട്ടത്തിൽ കയറി, റബ്ബറും തോട്ടത്തിൽ കയറി, കവുങ്ങിൻ തോട്ടത്തിൽ കയറി, എല്ലാ സ്ഥലത്തും ഓടി 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 ഓടി. നിൽക്കുന്നില്ല. പട്ടാളക്കാര് കുതിരപ്പുറത്ത് പോയി. കാരണം എന്താ? അവൻ ആക്രാന്തം കൊണ്ട് ഓടുന്നതാ, എവരാണെങ്കിലോ അളക്കാൻ വേണ്ടി ഓടുന്നതാ. അങ്ങനെ ഓടി അവസാനം ഓടി ഓടി കൊട്ടാരത്തിന്റെ മറുവശത്ത് വന്നു. കൊട്ടാരത്തിന്റെ മറുവശത്ത് വന്ന് ഇവൻ അങ്ങനെ അങ്ങ് നിന്നു. പെട്ടെന്ന് ഈത്തപ്പന തടി വീഴുമ്പോൾ ഒരൊറ്റ വീഴ്ചയാണ് കൊട്ടാരമുറ്റത്ത്. വായിലൂടെ നുരയും പതയും വന്നു. ചെന്ന് നോക്കുമ്പോഴേക്ക് ജീവനില്ല. ഇത്രയും ഓടിയാ പിന്നെ മനുഷ്യൻ മരിച്ചു, BP കൂടിയിട്ട്. അങ്ങനെ ഈ മനുഷ്യൻ കൊട്ടാരമുറ്റത്ത് വീണങ്ങ് മരിച്ചപ്പോ ബന്ധുക്കൾ വന്നിട്ട് ചോദിച്ചു, രാജാവേ, ഇയാൾക്ക് കിട്ടാനുള്ളത് വേറെ ആർക്കെങ്കിലും കിട്ടുമോ? അതാ നമ്മുടെ കാര്യം, നമ്മുടെ അത്യാഗ്രഹം അങ്ങനാണ്. ഇയാൾക്ക് കിട്ടാനുള്ളത് വേറെ ആർക്കെങ്കിലും ബന്ധുക്കൾക്ക് കിട്ടുമോ? രാജാവ് പറഞ്ഞു, ഇല്ല, ഞാനും ഇയാളും തമ്മിലുള്ള ഒരു വാക്കായിരുന്നു. രാജാവ് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ബന്ധുക്കൾ പറഞ്ഞു, ഇയാളെ കുഴിച്ചിടാൻ ഒരു 6 അടി മണ്ണ് കൊടുക്കുക, അത്ര മതി. അങ്ങനെ കൊട്ടാരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് മണ്ണ് കുഴിയെടുത്ത് അതിനകത്ത് അടക്കി. ഇത്രയും അയാൾ ഓടിയിട്ട് അയാൾക്ക് ഉപകരിച്ചത് എന്താണ്? 6 അടി മണ്ണ്. പല്ല് തേച്ചില്ല ഉസ്താദേ. ഓ, സമയം വേണ്ടേ തേക്കാൻ. ബാത്റൂമിൽ പോയില്ല, ഭക്ഷണം കഴിച്ചില്ല, ഉറങ്ങിയിട്ട് എത്ര നാളായി, വീട്ടിൽ പോയിട്ട് എത്ര ദിവസമായി. ഇത് തന്നെ മൃഗങ്ങളുടെയും ജോലി. മൃഗങ്ങൾ വഴിയിൽ നിന്നുകൊണ്ട് പല്ല് തേക്കുവോ? അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യോ? അവർ കുളിക്കുവോ? ഒന്നുമില്ല. പിന്നെ മലമൂത്ര വിസർജനം തനിയത് നടന്നോളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പാദനത്തിനു വേണ്ടി ഓടി നടക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഞാൻ തമ്മിൽ തൃപ്തിപ്പെടാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നീ ദുനിയാവില് പരക്കമ്പായും ഏതുപോലെ മൃഗങ്ങൾ പോകുന്നത് പോലെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തരുന്നത് അങ്ങ് തൃപ്തിപ്പെട്ടാ പോരെ.
അല്ലേ? ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് താത്ത യാസീന്റെ ഇടയിലാ കൊണ്ടുവെക്കുക, കാരണം പെട്ടെന്ന് അടിക്കാൻ അല്ലേ? ഇന്നിപ്പോ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അടിക്കുന്ന ഇപ്പോ എന്താ സംഭവിക്കുന്നറിയോ? 10 രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോ 140 രൂപ അടിക്കും. അപ്പൊ ഇവൻ കരുതും പടച്ചോനെ ഞാൻ ഭാഗ്യം ചെന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ അടുത്ത 100 രൂപക്ക് എടുക്കും. 1400 രൂപയ്ക്ക് ഒരു അടി. ശൈത്താന്റെ ജോലിയാണ് ഇതൊക്കെ അടുപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കുറെ അടിച്ചിട്ട് അവസാനം ഇവൻ കൊണ്ടിട്ട് എന്ത് ചെയ്യും? എല്ലാ ദിവസവും ലോട്ടറി എടുക്കും. അവസാനം ഇവന്റെ കുടുംബം കുളം തോണ്ടും അല്ലേ? ലോട്ടറി എടുത്ത് നശിച്ചു പോയ എത്രയോ ആളുകളുണ്ട്. ഒരാള് പറഞ്ഞു 50,000 രൂപ എനിക്ക് അടിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങളുടെ കണക്കനുസരിച്ച് ഓർമ്മ ശരിയാണെങ്കിൽ എത്ര രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണും? ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് എടുത്ത് കാണും. 2 ലക്ഷം രൂപയ്ക്ക് എടുത്തപ്പോ എത്ര അടിച്ചു? 50,000. ഒരുമിച്ച് കിട്ടിയപ്പോ വലിയ സന്തോഷമായി. അങ്ങനെയാണല്ലോ നമ്മൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്യാഗ്രഹം ഒന്ന് മാറ്റിവെക്കും. അള്ളാഹു നമുക്ക് തന്നു. നമുക്ക് എന്താ പ്രശ്നം? ഇപ്പോ ഏറ്റവും വലിയ കോടീശ്വരൻ, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, ആ കോടീശ്വരൻ തിന്നുന്നത് പോലെയല്ലേ നമ്മളും തിന്നുന്നത്? ഈ നാട്ടിലെ ചെറുമുക്കിലെ ചുമട്ടുതൊഴിലാളിയായ ഒരു സഹോദരൻ, ആ സഹോദരൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി തന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നം കഴിക്കുമ്പോഴുണ്ടാവുന്നത്? അയാളും 3 തവണ കഴിക്കുന്ന ഒരു ദിവസം, ഈ പാവപ്പെട്ടവനും 3 നേരം കഴിക്കുന്നു അല്ലേ? 4 തവണ കഴിക്കാൻ പറ്റില്ലല്ലോ. ഉറങ്ങുമ്പോഴും സുഖം ഒരുപോലെ അല്ലേ? അല്ല, പാവപ്പെട്ടവന് സുഖം കൂടുതലാ ഉറങ്ങുമ്പോൾ. അവന് പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ വലിയ പണക്കാരനാണ് വാഴ വെക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ, പണക്കാരിയാണ് വാഴ വെക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ ചിന്ത എന്തായിരിക്കും? പടച്ചോനെ അലമാരാരെങ്കിലും കുത്തിപ്പൊളിക്കോ, നാട്ടിലെ വാഴലുണ്ടെന്ന കള്ളന്മാരറിഞ്ഞാൽ അവിടെ ചെല്ലും, നമ്മളൊക്കെ ഇഞ്ഞ് വന്നതറിഞ്ഞിട്ട് എന്നും പറഞ്ഞ് ആകെ ഒരു വെപ്രാളമാണ്. നിർത്തിയിരുന്നെങ്കിൽ കൊള്ളാം, ആയത്തു ഹദീസൊക്കെ മതി ഉസ്താദെ, പെട്ടെന്നൊന്ന് പോകട്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിനകത്തുള്ള ചിന്ത ഇതാണ്: കള്ളം കയറുവോ എന്നുള്ള പേടി. ഒന്നും ഇല്ലാത്തവന് വീടും മലർക്കെ തുറന്നിട്ടിട്ട് വാഴ വെക്കാൻ വന്നിരിക്കുക. ഉസ്താദെ സുബൈ വരെ പറഞ്ഞോളി, ഒന്നുമില്ല അവിടെ. ആരെങ്കിലും കയറിയെങ്കിൽ കൊള്ളാമായിരുന്നു, കാരണം 10 രൂപയെങ്കിലും വെച്ചിട്ട് പോകും ചായ കുടിക്കാൻ അല്ലേ? അതാണ് അവരുടെ ചിന്ത. ഒന്നുമില്ലാത്തവന് ടെൻഷനില്ല, ഉള്ളവനോ സമാധാനം ഇല്ല. അതുകൊണ്ട് ഒന്നുമില്ലാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോണം. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളി. അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ആദരവായ പ്രവാചകന് പറയുകയാണ്, സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളിൽ പക്ഷികളുടെ ചിറകിലേറിയിട്ട്, പക്ഷികളുടെ ചിറക് പോലുള്ള ചിറകുമായി പാറിപ്പറന്നടക്കുന്ന ഒരു വിഭാഗത്തെ സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാകമാര് കാണുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ അനുഗ്രഹീതമായ സ്വർഗത്തിലൂടെ പാറിക്കളിച്ച് നടക്കുന്നതാരാണ്? സഹോദരങ്ങളെ, പക്ഷികളുടെ ചിറക് പോലുള്ള ചിറകുമായിട്ട് കുറെ മനുഷ്യരെ കടന്നു പോകുമെന്നാണ്. ആ സമയത്ത് സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാകമാര് അത്ഭുതത്തോടെ നോക്കുന്നു, പടച്ചവനെ എവരെങ്ങനാ സ്വർഗത്തിൽ കടന്നത്? ഞങ്ങളെ കണ്ണുവെട്ടിച്ചവരെങ്ങനാ സ്വർഗത്തിൽ പോയത്? സ്വർഗത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന ജോലിയാണ് മഹാനായ റിളുവാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾക്ക് അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി എന്താണ്? സ്വർഗത്തിൽ ഒരാളെ കടന്നു പോകാൻ പാടില്ല. സ്വർഗത്തിന്റെ വാതിൽക്കല് കാത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, വിശാലമായ ഒരു മൈതാനമുണ്ട്, പേര് മഹ്ശർ എന്നാണ്. ആ മൈതാനത്തിൽ നിന്ന്, മഹ്ശറിൽ നിന്ന് ഒരു പാലമാണ് സ്വർഗത്തിലേക്കുള്ളത്. ആ പാലത്തിന്റെ അങ്ങേറ്റം സ്വർഗമാണ്. ആ പാലത്തിന്റെ അടിത്തട്ടിലോ കത്തിയാളുന്ന നരകമാണ്. മഹ്ശറിലെ വിചാരണ കഴിഞ്ഞ്, മഹ്ശറിലെ എല്ലാ വിചാരണയും കഴിഞ്ഞിട്ട് ആ പാലത്തിന്റെ മുകളിലൂടെ കയറ്റിവിടും മനുഷ്യരെ. രക്ഷപ്പെടുമെങ്കിൽ പെട്ടോടാ. ഒരു മനുഷ്യന്റെ തിന്മകൾ കാരണമായി നരകത്തിലേക്ക് ആപതിച്ചു പോകുന്നവരുണ്ട്. എന്നാ ചിലരൊരൊറ്റ ഓട്ടമാണ്, സുബ്ഹാനല്ലാഹ്. ചിലർ മിന്നൽ വേഗത്തിലാണ്, റബ്ബേ അല്ലാഹുവേ. ചിലര് പന്തയ കുതിരയുടെ വേഗത്തിലാ, ചിലര് ഓടിയെന്ന് പോകും, ചിലരോ നടന്ന് 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 സ്വർഗത്തിന്റെ അടുത്തെത്താൻ ഒരുങ്ങുമ്പോ റബ്ബേ ആ കത്തിയാളുന്ന നരകത്തിലേക്ക് അങ്ങ് മറിഞ്ഞു വീണ് പോകുന്നതാണ്. അല്ലാഹുവേ, പന്തയ കുതിരയുടെ വേഗത്തിൽ ഓടുന്ന പടച്ചവനെ, മിന്നൽ വേഗത്തിൽ പോകുന്നവരെ ഞങ്ങൾ പെടുത്തണേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾക്ക് സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ തമ്പുരാനെ. സഹോദരങ്ങളെ, ആ സിറാത്ത് പാലം കടന്നിട്ട് സ്വർഗ്ഗലോലുപ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോൾ പാറാവുകാര് ചോദിക്കും, നീ ആരാണ് എന്ന് ചോദിച്ചിട്ടാണ് സ്വർഗത്തിലോട്ട് കയറ്റിവിടുക. അങ്ങനെ സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാഖമാരെ നോക്കി നിൽക്കുമ്പോൾ, അവര് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പക്ഷികളുടെ ചിറകില് പറന്നടക്കുന്ന ഒരു വിഭാഗം ആളുകളെ കാണുകയാ. മാലാഖമാർ അത്ഭുതപര തന്ത്രരായി കൊണ്ട് ഓടിയെടുക്കുകയാ. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, മന്നന്തും നിങ്ങളാ
ആരാണ്? മന്നന്തും നിങ്ങൾ ആരാണ്? ആ സമയത്ത് അവർ പറയുന്നു, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ചെറുമുക്കുകാരാണ്, ഞങ്ങൾ ചെമ്മാടുകാരാണ്, ഞങ്ങൾ കക്കാടുകാരാണ്, ഞങ്ങൾ കൊടിഞ്ഞിക്കാരാണ്, ഞങ്ങൾ മമ്പുറത്തുകാരാണ്, ഞങ്ങൾ മലപ്പുറത്തുകാരാണ്, ഞങ്ങൾ കേരളക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സമുദായത്തിൽ പെട്ടവരാണ്. ആ സമയത്ത് മാലാഖമാര് ചോദിക്കുകയാണ്, മാലാഖമാര് ചോദിക്കുന്നു, ഹൽ റഅയ്തുമുൽ ഹിസാബ, നിങ്ങൾ മഹ്ശറയിലെ ഹിസാബ് നേരിട്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞോ? ആ സമയത്ത് ഈ പക്ഷികളുടെ ചിറകിൽ പറന്ന് നടക്കുന്ന മനുഷ്യര് പറയുമത്രേ, മാ റഅയ്നാ ഹിസാബ, ഞങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരു വിചാരണയും നേരിട്ടിട്ടില്ല. രണ്ടാമത് ചോദിക്കുന്നു, ഹൽ ജസൈതുമു സിറാത്ത, നിങ്ങൾ സിറാത്ത് പാലം കടന്നിട്ടാണോ വന്നത്? ഇവര് പറയുന്നു, മാ റഅയ്നാ സിറാത്ത, ഞങ്ങൾ സിറാത്ത് പാലം കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു പാലം കണ്ടിട്ടില്ല. മൂന്നാമത് ചോദിക്കുന്ന, ഹൽ റഅയ്തും ജഹന്നമ, നിങ്ങൾ വരുന്ന വഴിയിൽ നരകമെങ്ങാനും കണ്ടോ? നരകത്തിലൂടെയല്ലേ, നരകത്തിന്റെ മുകളിലൂടെയല്ലേ സ്വർഗത്തിന്റെ പാത? അപ്പോൾ സ്വർഗത്തിന്റെ അവകാശികളും നരകമെന്ന് കണ്ടിട്ടാണ് പോകുന്നത്. അവർക്ക് ദേഷ്യം വന്നു. ആ പക്ഷികളുടെ ചിറകിൽ പറക്കുന്ന, പക്ഷികളുടെ ചിറക് പോലുള്ള ചിറകിൽ പാറിക്കളിച്ച് നടക്കുന്ന മനുഷ്യർക്ക് ദേഷ്യം വന്നു. അവര് പറയുന്നു, ഞങ്ങളെ ഡിസ്റ്റർബ് ആക്കാതിരിക്കോ, ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുവോ? ആരോടായി പറയുന്നത്? സ്വർഗത്തിന്റെ കാവൽക്കാരോടാണ്. ഹിസാബില്ലാതെ സിറാത്തിലൂടെയല്ലാതെ നരകം കാണാതെ വന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗം പറയുന്നു, ഒന്ന് പോകൂ മലക്കുകളെ, മാ റഅയ്നാ ശൈആ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഇനി ഞങ്ങളോടൊന്നും ചോദിക്കരുതൊന്ന് മാറിത്തരുവോ? ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തിൽ സഞ്ചരിക്കട്ടെ. അവസാനം അവർ അടിയറവ് പറയുകയാ, അവര് പരാജയപ്പെടുകയാ. അവര് ചോദിക്കുന്നു, മന്നന്തും നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താ പ്രവർത്തനങ്ങൾ ചെയ്തത്? ഇത്രയും വലിയ ബഹുമതി നിങ്ങൾക്ക് കിട്ടാൻ, ഇത്രയും വലിയ അളമത്ത് നിങ്ങൾക്ക് കിട്ടാൻ, ഇത്രയും വലിയ സ്ഥാനമാനം നിങ്ങൾക്ക് കിട്ടാൻ, ഇത്രയും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യരെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ റബ്ബിനെ സൂക്ഷിക്കുന്നവരാണ്. ഇവിടെ ഇരുന്ന് കള്ളാരും കുടിക്കൂല, ഇവിടെ ഇരുന്ന് ഒരു പെണ്ണിനെയും ആരും പിടിക്കൂല, ഇവിടെ ഇരുന്ന് പലിശയുടെ കണക്കാരും എഴുതൂല. എന്താ കാര്യം? ആളുകൾ നിൽക്കുകയല്ലേ, ആളുകൾ കാണുകയല്ലേ. ഇവിടെ എങ്ങനെ കള്ളു കുടിക്കും, ഇവിടെ എങ്ങനെ പെണ്ണു പിടിക്കും, ഇവിടെ എങ്ങനെ പലിശ വാങ്ങും? പക്ഷേ വീട്ടിൽ ചെന്ന് അവന്റെ ഒറ്റക്കുള്ള ജീവിതമായാൽ, അവന്റെ പ്രൈവസിയിലോട്ട് കടന്നുപോയാൽ, അവന്റെ സ്വകാര്യതയിലോട്ട് കടന്നുപോയാൽ അവന്റെ തനി നിറമങ്ങ് മാറുകയാണ്, അവന്റെ നിറമങ്ങ് മാറുകയാണ്. പിന്നെ അവന് താൻ തോന്നിയാണ്, ഞാൻ ധീരമായി പ്രസംഗിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ, എന്റെ സ്വകാര്യ ജീവിതം എനിക്കല്ലേ അറിയൂ, എന്നെക്കാളും എന്റെ റബ്ബിനല്ലേ അറിയൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ റബ്ബിനറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ. ഈ മനുഷ്യര് പറയുന്നു, അവര് പറയുമത്രേ, ഞങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ റബ്ബിനെ സൂക്ഷിച്ചവരാണ്. മഹാരഥന്മാര് ദ്വാരക്കുന്നത്, പടച്ച റബ്ബേ, ഞങ്ങളുടെ പരസ്യ ജീവിതത്തെക്കാൾ നന്മയുള്ളത് ഞങ്ങളുടെ രഹസ്യ ജീവിതമാക്കണേ അല്ലാ. ഞങ്ങളുടെ പരസ്യമായ ജീവിതത്തെക്കാൾ ഞങ്ങളുടെ സ്വകാര്യ ജീവിതമാക്കണേ റബ്ബേ എന്ന് ദുആരക്കുന്നവരാണ്. സഹോദരങ്ങളെ, രണ്ടാമത് അവര് പറയുകയാണ്, അല്ലാഹു ഞങ്ങൾക്ക് തന്നത് കുറവാണെങ്കിലും ഞങ്ങൾക്കത് മതിയെന്ന് ഞങ്ങൾ പറഞ്ഞവരാ. സഹോദരങ്ങളെ, പടച്ചവൻ ഞങ്ങൾക്ക് തന്നത് കുറച്ചാണ്. കോടിപതികളാക്കിയില്ല, ലക്ഷപ്രഭുക്കളാക്കിയില്ല, 1000 റിയാലുകൾ കയ്യിലുള്ളവരാക്കിയില്ല. അന്നന്ന് കിട്ടുന്ന വേതനത്തിന്റെ തുക കൊണ്ട് ഞാനും എന്റെ കുടുംബവും സന്തോഷത്തോടെ കഴിയുന്നു, ബാക്കിയൊന്നുമില്ല. എങ്കിലും അൽഹംദുലില്ലാഹ് ഞങ്ങൾ തൃപ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചവരെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടവരെ, നാളെ പക്ഷികളുടെ ചിറകിൽ പോലെ ചിറകുമായിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നു പോകാമെന്ന് ലോകത്തിന്റെ നായക, മദീനയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ
അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളി. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായി നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് മുഅ്മിനാകണം, നിനക്ക് ഏറ്റവും നല്ല മുഅ്മിനാകണം. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ് എന്ന ധാരണയാണ് നമുക്കുള്ളത്. പക്ഷേ ഒരു മുഅ്മിനിനുണ്ടാകേണ്ട വിശേഷണങ്ങളും ഗുണങ്ങളും ഒരു മുഅ്മിനിനുണ്ടാകേണ്ട അടയാളങ്ങളും അതൊക്കെ നമ്മൾ വിശദീകരിച്ചാൽ നമ്മളൊക്കെ മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകും. അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകന് പറയുന്നു, നീ നിന്റെ അയൽക്കാർക്ക് ഗുണം ചെയ്യണേ, അയൽവാസിക്ക് ഗുണം ചെയ്യണേ. എന്നാൽ തകുന മുഅ്മിനാ, നീ മുഅ്മിനായി തീരുന്നതാണ്. മുഅ്മിനാകാനുള്ള എളുപ്പ വഴിയാണ് പെങ്ങളെ. ഈ വിഷയം പെണ്ണ് സഹോദരിമാരാണ് കൂടുതൽ ഗൗനിക്കേണ്ടത്. സഹോദരിമാരാണ്. എന്തുകൊണ്ടെന്നറിയോ? അവരാണ് കൂടുതൽ വീടുകളുമായി ബന്ധപ്പെടുക, അവരാണ് വീട്ടിലെ ജോലികൾ ചെയ്യുക. രാവിലെ നേരം വെളുക്കുമ്പോൾ ഭർത്താവ് അന്നം തേടിയുള്ള യാത്രയാണ്. ആ ഭർത്താവ് ജീവിതത്തിന്റെ വിഭവങ്ങൾ പറക്കിയെടുക്കാനുള്ള വെപ്രാളത്തിലാണ്, ഓട്ടത്തിലാണ്. അവന് വരുന്നതോ വൈകുന്നേരം പാതിരാത്രി ഒരുപാട് വൈകിയിട്ടാണ്. വൈകിട്ടവന് വരുമ്പോൾ പെട്ടെന്ന് അവന് കുളിച്ചു വൃത്തിയായി അവൻ ഭക്ഷണം കഴിച്ച് നമസ്കാരം കഴിഞ്ഞ് കിടക്കുകയാ. വീണ്ടും നേരം വെളുക്കുമ്പോൾ ജോലി തേടിയിട്ട് പരക്കം പായുകയാ. ഏറ്റവും കൂടുതൽ വീടുമായി അയൽക്കാരുമായി നാടുമായി ബന്ധപ്പെടുന്ന സഹോദരിമാരെ നിങ്ങളാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈമാൻ വേണോ? ഈമാൻ വേണോ? നിങ്ങൾ ഏറ്റവും നല്ല മുഅ്മിനാകണമെങ്കിൽ അയൽവാസികളായ 40 വീടുകാരെ പറ്റി നല്ലത് നിങ്ങൾ പറയിപ്പിക്കണം. നിങ്ങൾ നല്ലവരാണോ എന്ന് പറയണത് നിങ്ങളുടെ ഭർത്താക്കന്മാരല്ല, നിങ്ങളുടെ പൊന്നുമക്കളല്ല, നിങ്ങളുടെ അമ്മായിയല്ല, നാത്തൂമാരല്ല, പള്ളിയിലെ ഇമാമല്ല, കമ്മറ്റിക്കാരല്ല. പിന്നെ ആരാണ് നിങ്ങൾ നല്ലവരാണെന്ന് പറയേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നല്ലവനാണെന്ന് പറയേണ്ടത് നിന്റെ അയൽക്കാരാ. അവര് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാ, നീ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ നീ മോശപ്പെട്ടവനാ. അതുകൊണ്ട് മുഅ്മിനാകണോ? അയൽവാസികളോട് കാരുണ്യം കാണിക്കണമെന്ന് കാരുണ്യത്തിന്റെ തിരുദൂതരെ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞല്ലോ. അയൽക്കാരന്റെ മഹത്വം എന്നോട് ജിബ്രീൽ പറഞ്ഞ് അവസാനം ഞാൻ മരിച്ചാൽ എന്റെ സമ്പത്ത് കുറച്ച് അവർക്ക് കൂടി വീതിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ പൊന്നുമക്കളെ നമ്മുടെ സമ്പത്ത് അനന്തരം എടുക്കുന്നത് പോലെ ഞാൻ മരിച്ചു പോയാൽ എന്റെ അയൽക്കാർ കൂടി എന്റെ സമ്പത്തിൽ അവകാശികളാകുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് ആദരവായ പ്രവാചകനെ പറയുമാറ് ജിബ്രീൽ വന്ന് അയൽക്കാരോടുള്ള കടമകളും കർത്തവ്യങ്ങളും ബാധ്യതകളും കടപ്പാടുകളും വിശദീകരിച്ചു കൊടുത്തെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങോട്ടവർ ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് ഇങ്ങോട്ടവർ കാരുണ്യം കാണിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും തിരിച്ച് കാരുണ്യം കാണിക്കുന്നു. അവിടെ കറി വെച്ചാൽ ഞങ്ങൾക്കും തരുന്നു, അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ നമുക്കും തരുന്നു. അതുകൊണ്ടാണ് നമ്മളും കൊടുക്കുന്നതെന്ന് ധാരണ മാറ്റണേ. അതിന് പ്രത്യുപകാരമെന്നാണ് പറയുന്നത്. ഇങ്ങോട്ടവര് തടസ്സം നിൽക്കുകയാ, ഇങ്ങോട്ടവര് ബന്ധം മുറിക്കുകയാ, ഇങ്ങോട്ടവര് കാരുണ്യം അവസാനിപ്പിക്കുകയാ, ഇങ്ങോട്ടവര് കരുണയുടെ വാതിലടച്ചിട്ടിരിക്കുകയാ, ഇങ്ങോട്ടവര് അയൽവാസിയോടുള്ള കടമകൾ മുറിച്ചു കളഞ്ഞിരിക്കുകയാ. ആ സമയം തിരിച്ചങ്ങോട്ട് അവരോട് കാരുണ്യം കാണിക്കുമ്പോഴാണ്, അവരോട് കരുണ കാണിക്കുമ്പോഴാ. നിങ്ങൾക്കറിയോ മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? സഹൽ എന്നല്ലേ? അടുത്ത് താമസിക്കുന്ന ഒരു ജൂതനാണ്. പാതിരാത്രി സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് ഈ വൃത്തികെട്ട ജൂതന്റെ മാലിന്യം കൊണ്ട് തള്ളുമായിരുന്നു. അടുക്കളയിലെ മാലിന്യമല്ല, പിന്നെയോ ആ ജൂതന്റെ വീട്ടിലെ മുഴുവൻ ആളുകളുടെയും മലമൂത്ര വിസർജനം ഈ മഹാനായ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തേക്ക് വലിച്ചെറിയുമായിരുന്നു. സഹോദരങ്ങളെ, ഒരക്ഷരം മിണ്ടിയില്ല, ഒരു വാക്ക് പറഞ്ഞില്ല, ഒന്ന് കയർത്ത് സംസാരിച്ചില്ല, ഒന്ന് എതിർത്തില്ല, ഒന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചില്ല. സഹൽ റളിയല്ലാഹു അൻഹു ആരെ കാണാതെ തന്റെ കൈകൾ കൊണ്ട് വാരിക്കളഞ്ഞു. ദിവസേന ഇത് സംഭവിച്ചു. അവസാനം സഹൽ റളിയല്ലാഹു അൻഹുവിന് മാരക രോഗം പിടിപെട്ടു. ആ രോഗം പിടിപെട്ടപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു
മെല്ലെ മെല്ലെ ജൂതന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ജൂതനോട് പറഞ്ഞു, സഹോദരാ, നിന്റെ വീടിന്റെ മാലിന്യം മുഴുവനും എന്റെ നേരെ വലിച്ചെറിഞ്ഞിട്ട് ഞാനൊരക്ഷരം മിണ്ടിയിട്ടില്ല. അതെല്ലാം ഈ കരങ്ങൾ കൊണ്ട് ഞാൻ വൃത്തിയാക്കി വാരിക്കളഞ്ഞു. പക്ഷെ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ഞാൻ മരിച്ചു പോയാൽ, ഞാൻ മരണപ്പെട്ടു പോയാ പിന്നെ എന്റെ വീടിന് നേരെ വലിച്ചെറിയല്ലേ. എന്റെ മക്കൾ നിന്നോട് കാരുണ്യം കാണിച്ചെന്ന് വരില്ല. എന്റെ മക്കൾ നിന്നോട് നല്ല നിലയിൽ ഇടപെട്ടെന്ന് വരില്ല. അതുവഴി എന്റെ മക്കൾക്ക് നരകം നീ വാങ്ങിക്കൊടുക്കല്ലേ. എന്റെ പൊന്നുമക്കൾക്ക് നീ നരകം വാങ്ങിക്കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് സഹൽ റളിയല്ലാഹു അൻഹു ജൂതന്റെ വീട്ടുമുറ്റത്ത് ചെന്നെങ്കിൽ നമ്മുടെ കാരാണെങ്കിൽ പിന്നെ ആ കാലുണ്ടാകൂലല്ലോ. സഹൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല മുഅ്മിനാകാനുള്ള യോഗ്യതയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശാലമായി പറയാൻ നമുക്ക് സമയമില്ല. അയൽക്കാരോടുള്ള കടമകൾ എന്തൊക്കെയാണ്? 10-15 കടമകൾ റസൂലുള്ള വിശദീകരിച്ചു. അല്ലാഹു തൗഫീഖ് തരുമെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. അതുകൊണ്ട് അയൽക്കാരോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് അതെല്ലാം പഠിച്ചു വെച്ച് അവരോടുള്ള കടമകൾ പൂർത്തീകരിക്കണേ ഉമ്മ. അവരോട് ഞങ്ങൾ ഒന്നിനും പോകൂല ഉസ്താദേ, ഞങ്ങളുടെ വീടിന്റെ വാതിലടഞ്ഞു കിടക്കുകയാ, ഞങ്ങൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാ. അത് ഒരിക്കലും അയൽക്കാരോടുള്ള കടമയായി കരുതണ്ട. നബി തങ്ങൾ പറഞ്ഞത് മോമിനാകാൻ അയൽക്കാരനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നല്ല. പിന്നെയോ റസൂല് പറഞ്ഞത്, നിനക്ക് മോമിനാകണോ അയൽക്കാരന് ഗുണം ചെയ്യണമെന്നാണ്. ഗുണം ചെയ്യണമെന്നാണ്. അവരെ ഉപദ്രവിക്കരുതെന്നല്ല പറഞ്ഞത്, അവർക്ക് ഗുണം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മോമിനാകണ്ടേ. നാലാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിനക്ക് നല്ല ഒരു മുസ്ലിം ആകണോ അബൂ ഹുറൈറ. അതിന് നീ ചെയ്യേണ്ടത് വഹിബ്ബു ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. നീ നിനക്കും ഇഷ്ടപ്പെടുന്നുവോ, നിന്റെ ഭാര്യാമക്കൾക്കും ഇഷ്ടപ്പെടുന്നുവോ, അത് മറ്റുള്ളവനും ഇഷ്ടപ്പെടുന്നത് വരെ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞാൽ, നീ നിനക്കും ആഗ്രഹിക്കുന്നുവോ അത് മറ്റൊരുത്തനും കിട്ടണമെന്ന് കൊതിച്ചാലേ നീ മുസ്ലിമാകോ. നീ മുസ്ലിമാകണോ, നിന്റെ ശരീരത്തിൽ നീ എന്ത് കൊതിക്കുന്നു അത് മറ്റുള്ളവനെ കിട്ടണമെന്ന് നീ കൊതിക്കുക. എങ്കിലേ നിനക്ക് മുസ്ലിമാകാൻ കഴിയൂ എന്ന് ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് കഴിയണം. ഞാൻ എന്താഗ്രഹിക്കുന്നു അതെന്റെ കൂട്ടുകാരന് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നമ്മുടെ സ്വഭാവമൊന്നുമല്ല അല്ലേ. അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയാൽ പോലും സഹോദരിമാര് ജനാല തുറന്നിട്ട് നോക്കും. എന്താണ്, കറണ്ട് വീട്ടിൽ പോയാൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയോ എന്ന് നോക്കും. എന്നിട്ട് സമാധാനിക്കും, അൽഹംദുലില്ലാ ഇനി 10 കൊല്ലം വന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ, അപ്പുറത്തും പോയല്ലോ. കറണ്ട് പോയാലും മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ അപ്പുറത്ത് കറണ്ട് ഉണ്ടോ എന്ന് നോക്ക്. ഇതല്ലേ നമ്മൾ ചെയ്യുക. കാരണം എന്താണ്, നമുക്ക് പോയാൽ അവർക്കും പോകണം അല്ലേ. അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ പടച്ചോനെ നമുക്ക് മാത്രം എന്താ, ഇത് എന്ന് തുടങ്ങിയതാ എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ശാപത്തിന്റെ വാക്ക് പറയും. അപ്പോഴും നീ പറയോ, അൽഹംദുലില്ലാ എനിക്കില്ലെങ്കിൽ എന്താ അവക്കുണ്ടല്ലോ. അങ്ങനെ പറയാം. അത്രയും വലിയ ഈമാനും മുസ്ലിമൊന്നും നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് പോകുമ്പോ, ഇവിടെയൊക്കെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലല്ലേ ഭക്ഷണം കൊടുക്കുക. ഞങ്ങൾ അവിടെയൊക്കെ ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം. പള്ളിയിലൊക്കെ അബദ്ധത്തിന് നിക്കാഹ് നടന്നു പോയാൽ അങ്ങനെ നടക്കും, ഇല്ലെങ്കിൽ ഓഡിറ്റോറിയത്തില്ല. അപ്പൊ ഇനി നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഗ്രില്ല് അവർ അടച്ചിരിക്കും. കാരണം ഭക്ഷണമൊക്കെ വിളമ്പി വൃത്തിയാക്കി പിന്നെ വെക്കാൻ വേണ്ടിയിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഗ്രില്ലടച്ചിടും. അപ്പോ സമയത്തെല്ലാം കഴിഞ്ഞിട്ട് ഗ്രില്ല് തുറക്കുന്നൊരു സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെ എങ്ങാനും പോയി നിന്നു കൊടുത്താൽ പിന്നെ ജീവൻ പോലും തിരിച്ചു കിട്ടൂല. കൈയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വെളിയിലോട്ട് എറിയാണ്, പുറകിലും ഭർത്താവ് നിപ്പുണ്ട് പിടിക്കാൻ. ചാടി വീഴല്ലേ. ആ സമയത്ത് ഏതെങ്കിലും പെണ്ണു പറയോ, നിങ്ങൾ കയറി എന്ന് കഴിച്ചോളൂ, ഇനി ഒരു സീറ്റേ ഉള്ളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയൂ. അവിടെ ഉമ്മാന്നോ ഉപ്പാന്നോ അവിടെ അങ്ങനൊന്നുമില്ല. പള്ളിയിലെ ഇമാമെന്നോ കാളിയെന്നോ അതൊക്കെ അങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവര് പോയിരിക്കും അല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് കൂടി നമ്മൾ കൊതിക്കണം. എങ്കിലും നമ്മൾ മുസ്ലിം ആകും. പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാനും ആളുണ്ട്, കേൾക്കാനും ആളുണ്ട്. പക്ഷെ അത് ചെയ്യാൻ ആരുമില്ല. പറയുന്നവനും ചെയ്യൂല, പറയിപ്പിച്ചവനും ചെയ്യൂല, കേട്ടവനും ചെയ്യൂല. വാഴ പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് പ്രവർത്തിക്കണ്ടേ? ഇതാരുടെ ജോലിയാ? അള്ളാഹു നമ്മളെ ഈ 3 കൂട്ടരെയും, എന്നെയും
ഈ സംഘാടകരെയും നിങ്ങളെയും അല്ലാഹു തആല പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും അല്ലാഹു നമുക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കൂടി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കുന്നു. അഞ്ചാമത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ, നിന്റെ ഹൃദയം മരിച്ചു പോകാൻ പാടില്ല. നമ്മുടെ ഹൃദയം മരിച്ചു പോകാൻ പാടില്ല. അങ്ങനെ ഹൃദയം മരിച്ചു പോകുന്നത് ഫലാ തുക്സിരിൽ ലഹിക, നീ ചിരി അധികരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഫഇന്ന കസറത്തുൽ ലഹിക തുമീതുൽ ഖൽബ, ചിരി അധികരിപ്പിച്ചാൽ നിന്റെ ഹൃദയം മരിച്ചു പോകും. ചിരി 3 സൈസില്ലേ? ഒന്ന് ശബ്ദമില്ലാതെ, പല്ല് വെളിയിൽ കാണാതെ, ചുണ്ടു വിടർത്തിയിട്ടുള്ള ചിരി, അതിനെ പുൻചിരി എന്നാണ് പറയുന്നത്. അതാണ് നബിയുടെ ശൈലി. അതാണ് നമുക്ക് സ്വതക്കയുടെ കൂലിയുള്ളത്. അല്പം കൂടി അപ്പുറത്തേക്ക് പോയാൽ മുൻപല്ലുകൾ കാണുന്ന രീതിയിൽ ചെറിയ ശബ്ദത്തോട് കൂടിയിട്ടുള്ള ചിരി, അതിന് പൂ ഉണ്ടാവൂല, ചിരി മാത്രമേ ഉള്ളൂ. അതാണ് ചിരി. നബി അതും ചിരിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമതൊന്നുണ്ട്, അണപ്പല്ലും കാണും. ഇനി അണപ്പല്ലില്ലെങ്കിൽ അവിടെയുള്ള സ്പേസും കാണുന്ന രീതിയിൽ കക്കക്കക്കെന്ന് പറഞ്ഞിരിക്കുന്ന പൊട്ടിച്ചിരി. ആ പൊട്ടിച്ചിരി റസൂലുള്ള പറഞ്ഞു, തുമീത്തുൽ ഖൽബ, നിന്റെ ഹൃദയം മരിച്ചു പോകും. ഹൃദയം മരിച്ചു പോകും. 6-7 സ്ഥലങ്ങളിൽ ഈ പൊട്ടിച്ചിരി നമ്മൾ ചിരിച്ചാൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊക്കെ പറയാൻ നമുക്ക് സമയമില്ല, മറ്റൊരവസരത്തിലാവട്ടെ. എല്ലാം കൂടെ മജ്‌ലിസുന്നൂറും ദുആയും ഒക്കെ എല്ലാം കൂടെ ഒരു ദിവസം നടക്കില്ല. അല്ലാഹു നമുക്കൊക്കെ ഈ ഇവിടെ ഓതപ്പെട്ട അസ്മാഉ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുസീബത്തുകളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചിരി നമ്മൾ കുറയ്ക്കുക. നമ്മൾ ചിരിക്കുന്നത് നമുക്ക് കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എല്ലാം അല്ലാഹു നമുക്ക് അല്പം മാത്രമേ തന്നിട്ടുള്ളൂ. കാഴ്ച ശക്തി അല്ലാഹു കുറച്ച് തന്നിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എടുക്കുമ്പോ അതിനകത്തുള്ള ബാക്ടീരിയകൾ കണ്ടാൽ നമ്മൾ വെള്ളം കുടിക്കില്ല. ഹോട്ടലിന്റെ പാചകപ്പുര കണ്ടാൽ പിന്നെ നമ്മളല്ല തിന്നുവോ? എല്ലാം കേൾക്കാനുള്ള കഴിവല്ല തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഹൈവേയിലൂടെ വണ്ടി പോകുന്നതിന്റെ ശബ്ദം ഇവിടെ ഇരുന്നാൽ കേൾക്കാൻ പറ്റുമെങ്കിൽ പ്രസംഗം കേൾക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അല്ലാഹു പരിമിതി വെച്ചു. ഓർമ്മ, പാപ്പ മരിച്ചു, പൊട്ടിക്കരഞ്ഞു, ഭർത്താവ് മരിച്ചു, കെട്ടി വീണു, ഒക്കെ ചെയ്തു. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മറന്നു അല്ലെ? എല്ലാം പോയി, ഓർമ്മകളൊക്കെ പോയില്ലേ? അത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. എല്ലാത്തിനും അല്ലാഹു പരിധി വെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും അറിയില്ല. നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹു പറയുന്നു, ലലഹിഖ്തും ഖലീല വലബഖൈതും കസീറ, പിന്നെ നിങ്ങൾ ചിരിക്കൂല, എപ്പോഴും നിങ്ങൾ കരയുമായിരുന്നു. നമ്മൾ ഇതുവരെയും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. നാളെ നമ്മൾ ചെല്ലുമ്പോൾ അതിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കോളിൻ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അന്നഹു ഹുവ അൽഹക വ അബ്ക അന്നഹു ഹുവ അമാത വ അഹിയ. അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിയതാണ് 2 ആയത്തുകളിൽ. അവൻ ചിരിപ്പിക്കുന്നവനെ മരിപ്പിക്കുന്നവനുമാണ്. അവൻ ചിരിപ്പിക്കുന്നവന് കരയിപ്പിക്കുന്നവനുമാണ്, മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമാണ്. 2 ആയത്തിൽ അല്ലാഹു അവനെ പരിചയപ്പെടുത്തിയത്. അവന്റെ ജോലി എന്താ? ചിരിപ്പിക്കുക, കരയിപ്പിക്കുക, മരിപ്പിക്കുക, ജീവിപ്പിക്കുക. ഇത് രണ്ടിലും ആദ്യം പറഞ്ഞ എന്താ? ചിരിയും മരണവും. രണ്ടാമത് പറഞ്ഞ 2 ഏതാ? കരച്ചിലും ജീവിതവും. എന്താ ഇതിന്റെ സന്ദേശം? ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞാൽ മരിക്കുമ്പോൾ നല്ലതുപോലെ ചിരിക്കാം. നമുക്ക് ചിരിക്കേണ്ടത് എപ്പോഴാണ്? മരിക്കുമ്പോഴാണ് അല്ലേ? വലദത്തക ഉമ്മുക യബ്നാദമ ബാകിയാ വന്നാസു ഹൗലുക യൽഹഖു നസുറൂറാ. പൊന്നുമോനെ, നീ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് നീ കരഞ്ഞുകൊണ്ടല്ലേ ദുനിയാവിലോട്ട് വന്നത്. നിന്നെ പ്രസവിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ ചിരിക്കുകയാണ്, നിന്റെ വാപ്പ ചിരിക്കുകയാണ്, നിന്റെ ബന്ധുക്കൾ ചിരിക്കുകയാ. എന്തുകൊണ്ടാണ്? ഭാര്യ പ്രസവിച്ചു, പെങ്ങൾ പ്രസവിച്ചു, മോള് പ്രസവിച്ചു, ഉമ്മ പ്രസവിച്ചു, അപ്പുറത്തെ പെണ്ണ് പ്രസവിച്ചു. മുട്ടാത്ത വാതിലുകളില്ല. അല്ലാഹുവേ, ഒരു കുഞ്ഞിക്കാല് കാണാ കൊതിച്ചിരുന്നവളാ, ഇപ്പോൾ ഒരു കുഞ്ഞു കിട്ടിയല്ലോ. നാട്ടുകാര് ചിരിച്ചു. എല്ലാവരും ചിരിക്കുമ്പോൾ കുഞ്ഞ് വരുന്നതെങ്ങനാ? കരഞ്ഞുകൊണ്ടല്ലേ, കരഞ്ഞുകൊണ്ടല്ലേ കുഞ്ഞ് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരിക. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നതെങ്ങനാണ്? പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലേ കുഞ്ഞ് വരുന്നത്. എല്ലാവരും ചിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന മനുഷ്യ, ഇനി ചിരിച്ചവരെല്ലാം കരയുന്ന ഒരു ദിവസമുണ്ട്. നീ കരഞ്ഞുകൊണ്ട് വന്നപ്പോ ചിരിച്ചവരുണ്ടല്ലോ, ആ
ചിരിച്ചവരെല്ലാം കരയുന്ന ഒരു സമയമുണ്ട്. ആ സമയം നീ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോണേ, ചിരിച്ചുകൊണ്ട് തിരിച്ചു പോണേ. നീ കരഞ്ഞപ്പോ ചിരിച്ചവര് അവരിനി കരയുമ്പോൾ നീ ചിരിക്കണേ, ചിരിക്കണേ. സഹോദരങ്ങളെ, നമ്മളിവിടെ കുറച്ചൊന്ന് ചിരിച്ചാ മതി. ഇവിടെ ഒരുപാട് കരയും, ഇവിടെ ഒരുപാട് കരയും, ധാരാളം കരയണേ. പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമ്പോഴല്ല, ഭാര്യ മറ്റൊരുത്തനോടൊപ്പം ഒളിച്ചോടുമ്പോഴല്ല. പ്രിയപ്പെട്ടവരെ, കരയേണ്ടത് എപ്പോഴാണ്? സർവശക്തനായ സർവാധിനാഥനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവഗുണ സമ്പൂർണനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തിരുസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനാ ചെന്ന് നിൽക്കുക എന്ന പേടിയോടെ, ഭയത്തോടെ, വേദനയോടെ, സങ്കടത്തോടെ നീ കരഞ്ഞാൽ പൊന്നുമോനെ, റൂഹ് പിടിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് നിനക്ക് മരിക്കാം. പാതിരാത്രി കതക് ചവിട്ടി തുറന്നിട്ട് അകത്ത് കയറിയിട്ട് ഉറക്കത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചിറക്കിയിട്ട് കഴുപ്പ് മുറിച്ചു കൊന്നു കളഞ്ഞപ്പോൾ ആ മനുഷ്യൻ എത്ര വേദനിച്ചിട്ടുണ്ടാകും. ആ മനുഷ്യനെ പിന്നീട് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തലയുടെ 4 ഭാഗത്തെ ഈ തൊലിയെല്ലാം കൂടിയിട്ട് ഒരു ബ്ലേഡ് കൊണ്ടങ്ങ് മുറിച്ചു മാറ്റിയിട്ട് ഈ തലയുടെ ഫിറ്റിംഗ്സിന്റെ ഭാഗത്ത് ചുറ്റിക കൊണ്ടടിച്ചിട്ട് തലയോട്ടി രണ്ടായിട്ട് ഇങ്ങനെ തേങ്ങ ഉടച്ചു മാറ്റും പോലെ തുറന്നു വെച്ചിട്ട് തലച്ചോറെടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ളതെടുത്ത് ദാടിയെല്ലിന്റെ താഴ്ഭാഗം മുതൽ കീറിയിട്ട് പൊക്കിളിന്റെ മുകൾ വരെ ഒരൊറ്റ കീറന്ന് കീറിയിട്ട് ആ വാരിയെല്ലിന്റെ കുടുക്കെല്ലാം അഴിച്ചിട്ട് ഉളി കൊണ്ട് ചുറ്റികൊണ്ട് വാരിയെല്ലാം പൊട്ടിച്ചു മാറ്റിയിട്ട് അതിനകത്തുള്ള കുടലെല്ലാം പുറത്തെടുത്തിട്ട് സഹോദരങ്ങളെ പോസ്റ്റ്മോർട്ടം നടത്തും. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് തലച്ചോറും നാവുമെല്ലാം കുടലും വായുമെല്ലാം പിടിച്ചിട്ട് വയറ്റത്ത് വലിച്ചിട്ട് കുത്തിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക്, ബന്ധുക്കളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്ന പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലോ. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോലും ചൂരിയിലെ റിയാസ് മൗലിൽ കിടക്കുന്നവരെങ്ങനാണ് ചിരിച്ചുകൊണ്ടല്ലേ. പാതിരാത്രി വെട്ടിനുറുക്കിയിട്ടും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിന് മാറ്റമില്ല. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും ആ മുഖത്തിന് മാറ്റമില്ല. അല്ലാഹുവേ, എല്ലാവരും കൊതിച്ചു പോകുന്ന മരണമല്ലേ, ചിരിച്ചുകൊണ്ടല്ലേ റിയാസ് മൗലിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോ ചിരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ ജീവിതത്തിൽ ഒരുപാട് ചിരിച്ചിട്ട് മരിക്കുമ്പോ അറക്കാൻ പിടിച്ചിട്ട കാളകളെ പോലെ എന്തോ കണ്ട് പേടിച്ചു വറച്ച് കണ്ണു തള്ളിയിട്ട് മരണപ്പെടുന്ന സാഹചര്യം വരാൻ പാടില്ല. അതുകൊണ്ട് മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് മരിക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പൊട്ടിച്ചിരികളെ മാറ്റിവെച്ചോ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ജീവിതത്തിന്റെ പ്രമാണങ്ങൾ ഇതാണ്. സഹോദരങ്ങളെ, ആബിദാകണം, സമ്പന്നനാകണം, അതുപോലെ മോമിനാകണം, മുസ്ലിമാകണം. അതുപോലെ നമ്മുടെ ഹൃദയം മരിക്കാൻ പാടില്ല. അല്ലാഹുവേ, ആബിദാകാൻ ഹറാമിൽ നിന്ന് മാറാൻ, സമ്പന്നനാകാനുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ, മോമിനാകാൻ അയൽക്കാരന് ഗുണം ചെയ്യാ, മുസ്ലിമാകാൻ മറ്റുള്ളവർക്ക് കൂടി നന്മ ആഗ്രഹിക്കാ. അല്ലാഹുവേ, ഹൃദയം മരിക്കാതിരിക്കാ, പൊട്ടിച്ചിരി ഉപേക്ഷിക്കാ. നിങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ, നിങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ, നിങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. എന്റെ പ്രഭാഷണത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു.